ഫ്ലേഞ്ച്ഡ് കപ്ലിംഗ് യൂഷ്വലി രണ്ട് ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ്. കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ അസംബിൾ ചെയ്ത ക്വാർട്ടർ ജോയിൻറ്റ്സ് ആക്സിയൽ ലോഡ്സ് ക്യാരി ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ റൊട്ടേഷൻ പോസിബിൾ ആയിരുന്നില്ല. ഫ്ലേഞ്ച്ഡ് കപ്ലിങ്ങിൽ രണ്ട് ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി റൊട്ടേഷനും പോസിബിൾ ആണ്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് കോമൺ ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആൻഡ് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ്. നമ്മളിവിടെ അസംബിൾ ചെയ്യാൻ പോകുന്നത് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പാണ്. ദാറ്റ് മീൻസ് ഫ്ലേഞ്ച്ഡ് കപ്ലിങ്ങിലുള്ള നട്ട്സ് ആൻഡ് ബോൾട്സിൻ്റെ ഹെഡുകൾ പുറത്ത് എക്സ്പോസ്ഡ് ആയിരിക്കും. പ്രൊട്ടക്റ്റഡ് ടൈപ്പിലാണെങ്കിൽ അവിടെ അതൊരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കവർ ഫീച്ചർ കൂടെ ഉണ്ടാവും. സോ നമുക്ക് ഫ്ലേഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ അസംബ്ലി നോക്കാം. ഐറ്റം ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7 ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഷാഫ്റ്റ് എൻഡ്. ഷാഫ്റ്റ് എൻഡ് മീൻസ് ഇവിടെ നമുക്ക് കാണാം രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലാണ് നമുക്ക് കപ്പിൾ ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത്. സോ അതിൽ ഷാഫ്റ്റിൻ്റെ മേലെയും ചെറിയൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു ടേപ്പർ കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൂടെയുണ്ട്. സോ നമുക്ക് ആ ഷാഫ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഷാഫ്റ്റ് ഈസ് ഓഫ് ഡയമീറ്റർ 40. ലെങ്ത് സ്പെസിഫൈഡ് അല്ല, കാരണം ഇൻഡെഫിനിറ്റ് ലെങ്ത്തുള്ള ഷാഫ്റ്റുകൾ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ 40 ഡയമീറ്ററിലുള്ള ഒരു ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എക്സ്ട്രൂഡ് ആണല്ലോ ലെങ്ത് എന്ന് പറയുന്നത്. ആക്ച്വലി കീയുടെ ലെങ്ത് തന്നെ 70 ഉണ്ട്. സോ 70യേക്കാളും കൂടുതൽ, മേ ബി ഒരു 100 ഓർ മോർ ദാൻ 100 ലെങ്ത്തിൽ നമുക്കൊരു ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഗോ ടു PTC Creo, create new file, control N, part name is shaft end. Shaft. Already യൂണിറ്റ്സ് നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഐ എം ക്ലിക്കിംഗ് ഓൺ ഓക്കെ. നമുക്കിവിടെ താഴെ തന്നെ കാണാം, നമുക്ക് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ദ യൂണിറ്റ് ഈസ് മില്ലിമീറ്റർ ന്യൂട്ടൺ സെക്കൻഡ്. ഇറ്റ്സ് ഓൾറെഡി ഡിഫൈൻ. ഓക്കെ, സോ ഞാൻ റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് അവിടെയാണ് ഒരു സർക്കിൾ വരച്ചിട്ട് ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഐ ക്യാൻ ഗോ ടു സ്കെച്ച് ഓർ ഐ ക്യാൻ ഗോ ടു ഡയറക്ട്ലി ടു ദ എക്സ്ട്രൂഡ്. എക്സ്ട്രൂഡ് ഷോർട്ട് കീ ഈസ് എക്സ്. സോ ക്ലിക്ക് ഓൺ എക്സ്, ദെൻ സർക്കിൾ, diameter വന്നിട്ടുണ്ട് which is 40. then click on OK. Control D for default orientation. Length നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 100 ആണ്. ഓക്കെ, സോ ക്ലിക്ക് ഓൺ OK. Control D for default orientation. നമുക്ക് ആ ഹോളൊന്ന് നോക്കാം, കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു പാത്ത്. ഓക്കെ, കീയുടെ സൈസ് പറയുന്നത് 12x8x70 ആണ്. റൈറ്റ്, അപ്പോൾ 12 എന്ന് പറയുന്നത് ഈ ഒരു വിഡ്ത്ത് ആയിരിക്കും. കീയുടെ ഈ ഒരു സൈഡല്ല, ഈ ഒരു സൈഡിൽ വരും. ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. ഇതായിരിക്കും നമ്മുടെ 12 എന്ന് പറയുന്നത്. 8 ഡെഫിനറ്റ്ലി ഈ ഒരു ഹൈറ്റ് ആയിരിക്കും. ദെൻ 70 എന്ന് പറയുന്നത് നമ്മുടെ കീയുടെ ടോട്ടൽ ലെങ്ത് ആയിരിക്കും. ബട്ട് ഇറ്റ്സ് എ ടേപ്പർ കീ, റൈറ്റ്? ടേപ്പറാണ് കീ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ടേപ്പർ എത്രയാണെന്ന് ഇവർ ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ യൂഷ്വലി ഒരു ഫ്ലേഞ്ച്ഡ് കപ്ലിങ്ങിൽ യൂസ് ചെയ്യുന്ന ടേപ്പറിൻ്റെ കീയുടെ ടേപ്പർ എന്ന് പറയുന്നത് അറൗണ്ട് 1:100 ആണ്. സോ നമുക്ക് 1:100 തന്നെ ഇവിടെ യൂസ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസേർട്ട് ചെയ്ത കീ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ കീയുടെ ഒരു എൻഡ് മാത്രമാണ് ടേപ്പേർഡ്. ദാറ്റ് മീൻസ് ടോപ്പ് പോർഷൻ. നമ്മളിപ്പോൾ കീയുടെ ബോട്ടം പോർഷൻ ഇരിക്കാനുള്ള ഷാഫ്റ്റിലുള്ള ഒരു ഫീച്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഫ്ലാറ്റ് വൺ, നോട്ട് ടേപ്പേർഡ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹോളുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഈ ഹോളുടെ തിക്നെസ്, ടോട്ടൽ ഹൈറ്റ് ടേപ്പറിൻ്റെ 8 ആണ്. സോ അതിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഈ പറഞ്ഞ ഷാഫ്റ്റിലിരിക്കണം. സോ 4 ആയിരിക്കും ആ പറഞ്ഞ ഡിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ 12 is the width and 4 is the thickness or depth. Then length നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്യണം. ലെങ്ത് എന്ന് പറയുന്നത് 70 ആണ് കീയുടെ ലെങ്ത്. സോ മോർ ദാൻ 70 ആയിരിക്കണം. ലെറ്റ്സ് സേ 75 മില്ലിമീറ്റർ ലെങ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ടോപ്പിലായിട്ടാണ് ആ ഒരു കീ ഹോള് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് പ്ലെയിനിൽ ഈ നമ്മുടെ ഷാഫ്റ്റിൻ്റെ മേലായിട്ടൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. സോ ടു ക്രിയേറ്റ് പ്ലെയിൻ വി ഹാവ് എ കീ ഓവർ ഹിയർ. ഷോർട്ട് കട്ട് ഈസ് P. സോ ക്ലിക്ക് ഓൺ P. നമുക്ക് ഈ ഒരു പ്ലെയിന്, ദാറ്റ് മീൻസ് ടോപ്പ് പ്ലെയിന് പാരലായിട്ടാണ് വേണ്ടത്. അതും ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഷാഫ്റ്റിൻ്റെ തൊട്ട് മേലെയായിട്ട്. സോ 40 ആണ് ഡയമീറ്റർ. സോ 20 റേഡിയസിൽ നമുക്ക് ഒരു പ്ലെയിൻ ആവശ്യമുണ്ട്. അവിടെ നമുക്കൊരു ഇംപ്രഷൻ എക്സ്ട്രൂഡ് ചെയ്തെടുക്കണം. സോ ഐ എം ക്ലിക്കിംഗ് ഓൺ എക്സ് ഫോർ എക്സ്ട്രൂഡ്. ദെൻ ഇവിടെയാണ് നമുക്ക് ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ടേപ്പർ കീ ഇരിക്കാനുള്ള ഇംപ്രഷൻ. നമുക്ക് ഒന്നുകിൽ അവിടെ ഒരു റെക്റ്റാങ്കിളൊക്കെ വരച്ച് സൈഡിൽ ഒരു സെമി സർക്കുലർ
പോർഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് തിക്കൻ ഓപ്ഷൻ വെച്ചിട്ടും ചെയ്യാം. ഇറ്റ്സ് എ ഹാൻഡി ടൂൾ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഐ എം ക്ലിക്കിംഗ് ഓൺ എ ലൈൻ. ലൈനിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് L ആണ്. നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 70 ആയിരുന്നു നമുക്ക് ടേപ്പർ കീ വരുന്നത്. സോ +5 ഓർ +10, 75 ഓർ 80 കൊടുക്കാം. നമുക്കൊരു 80 കൊടുത്തേക്കാം. ഓക്കെ, സോ ദ ലെങ്ത് ഈസ് 80. ദെൻ നമുക്ക് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇത് സെലക്റ്റഡ് ആണെങ്കിൽ തിക്കനിലുള്ള 1-2 അഡീഷണൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. ഓൾറെഡി നമ്മൾ ലൈൻ സെലക്ട് ചെയ്ത് പോയതുകൊണ്ട്. സോ ഐ എം ക്ലിക്കിംഗ് സംവെയർ ബിയോണ്ട് ദാറ്റ് ലൈൻ. ഞാനിപ്പോൾ ലൈൻ സെലക്റ്റഡ് അല്ല, സോ ഐ എം ഗോയിങ് ടു ക്ലിക്ക് ഓൺ തിക്കൻ. അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം, ഫ്ലാറ്റ്, സർക്കുലർ, വട്ടെവർ. നമുക്കിപ്പോൾ ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ എൻഡ് സർക്കുലർ ആണ്. യെസ്, ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു സർക്കുലർ പോർഷനാണ്. ഓക്കെ, സോ ഐ എം ക്ലിക്കിംഗ് ഓൺ സർക്കുലർ. ദെൻ നമുക്ക് ഏത് ലൈനിനാണോ തിക്കൻ ചെയ്യേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എൻ്റെ ദ തിക്നെസ്. നമുക്കറിയാം തിക്നെസ് എന്ന് പറയുന്നതിൻ്റെ വിഡ്ത്ത് ആണ്. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് 12 ആണ്. യെസ്, ഇറ്റ്സ് 12. ക്ലിക്ക് ഓൺ ഓക്കെ. ഇപ്പോൾ അവർ ചോദിക്കുന്നത് എൻ്റെ ഓഫ്സെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എയറോ. ദാറ്റ് മീൻസ് 12 ആണ് ടോട്ടൽ തിക്നെസ്. ഈ ഒരു ഡയറക്ഷനിൽ എത്ര വേണം? ഇതിൽ നമുക്ക് നേരെ പകുതിയായിട്ടാണ് വേണ്ടത്. സോ ഐ എം സെലക്ടിങ് 6. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു ഫീച്ചർ ഡയറക്റ്റ്ലി വിത്ത് സർക്കുലർ പോർഷൻ, സെമി സർക്കുലർ പോർഷൻ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഡിലീറ്റ് സെഗ്മെൻ്റ് ഉണ്ട്. ദ ഷോർട്ട് കീ ഈസ് കൺട്രോൾ ഡിലീറ്റ്. സോ കൺട്രോൾ ഡിലീറ്റ് സെലക്ട് ചെയ്ത് കളയാം. ദെൻ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, നമുക്കതും വേണ്ട. ദെൻ ഇത് നമുക്ക് ക്ലോസ് ചെയ്യണം. സോ ലൈൻ L, this one, control D for default orientation. Then click on OK. നമുക്ക് റിമൂവ് മെറ്റീരിയൽ ആണ് വേണ്ടത്. നമ്മൾ പറഞ്ഞു തിക്നെസ് ഓർ ഡെപ്ത് എന്ന് പറയുന്നത് 8 ആണ്. സോ അതിൻ്റെ പകുതി മാത്രം നമുക്ക് ഷാഫ്റ്റിലേക്ക് ഇറങ്ങിയാൽ മതി. ദെൻ റിമൂവ് മെറ്റീരിയൽ. ഓക്കെ, ലൈക്ക് ദിസ്. റൈറ്റ്, സോ ഇതായിരിക്കും നമ്മുടെ ഷാഫ്റ്റ് എൻഡ്. രണ്ട് സൈഡിലും ഷാഫ്റ്റ് എൻഡ് ഉണ്ട്. രണ്ടിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് തന്നെയാണ്. കാരണം ഷാഫ്റ്റ് എൻഡ് ദ ക്വാണ്ടിറ്റി ഈസ് 2. സോ ഒരു ഫിഗറിന് നമുക്ക് അസംബ്ലി സമയത്ത് രണ്ട് ഡയറക്ഷനിലും യൂസ് ചെയ്യാം. Okay, so I'm saving this part, Control S in working directory. Then click on OK. Right, ഞാൻ ആ വ്യൂ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. ദിസ് ഈസ് കീ ലോങ്. ഇതിൽ തന്നെ ടേപ്പേർഡ് കീ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. നമ്മുടെ ഫ്ലേഞ്ച് കപ്ലിംഗ് തന്നെ 2 പാർട്ടാണുള്ളത്. ഒരു മെയിൽ പാർട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത്, ദെൻ റൈറ്റ് സൈഡിലുള്ളത് ഫീമെയിൽ പാർട്ട്, ഫ്ലേഞ്ച് മെയിൽ ആൻഡ് ഫ്ലേഞ്ച് ഫീമെയിൽ. സോ ഫ്ലേഞ്ച് മെയിൽ പാർട്ടിൽ വരുന്ന കീ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ്ങർ വൺ, കീ ലോങ്. ഫീമെയിൽ പാർട്ടിൽ വരുന്ന ടേപ്പർ കീ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ട് വൺ. ലെങ്ത് കണ്ടാലും അറിയാം, ഇറ്റ് ഈസ് 70 mm ലെങ്ത്, 63. സോ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ടുള്ള കീ ലോങ്, ദാറ്റ് മീൻസ് 12, 8, 70 വിത്ത് ദ ടേപ്പർ ഓഫ് 1:100 ക്രിയേറ്റ് ചെയ്യാം. 12, 8 and 70 നമ്മൾ ചെയ്യാൻ പോകുന്നത് കീ ലോങ്. സോ അഗെയിൻ കൺട്രോൾ N ഫോർ ന്യൂ ഫയൽ, key_long, then click on OK. Right, then I'm taking top plane and click on X for extrude. നമുക്ക് വേണ്ട ജസ്റ്റ് എ സെക്കൻഡ്, നമുക്ക് ടേപ്പർ കീ ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലിക്ക് ഓൺ ഫ്രണ്ട് പ്ലെയിൻ ആൻഡ് extrude. റൈറ്റ്, സോ ലെങ്ത് എന്ന് പറയുന്നത് 70 ആണ്. ക്ലിക്ക് ഓൺ L ഫോർ ലൈൻ. ദിസ് വൺ ഈസ് 70 ആൻഡ് ദ ഹൈറ്റ് ഈസ് ആക്ച്വലി 8 അല്ലേ. അതിൻ്റെ ഹൈറ്റ് ഓർ തിക്നെസ് എന്ന് പറയുന്നത് 8 ആണ്. ദെൻ നമുക്ക് ആ ഒരു ടേപ്പർ ക്രിയേറ്റ് ചെയ്യണം. ടേപ്പർ എന്ന് പറയുന്നത് 12 × 8 × 70 ആണ്. അതിൻ്റെ ഒരു ഡയറക്ഷനിൽ ഒരു സൈഡിൽ 8 ആയിരിക്കും തിക്നെസ്. അതിൻ്റെ അടുത്ത സൈഡിലേക്ക് വരുമ്പോഴേക്ക് ടേപ്പർ കീ ആണ് ജസ്റ്റ് റെഡ്യൂസ് ചെയ്യും 1:100. സോ 1:100 ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ക്ലിക്ക് ഓൺ കൺസ്ട്രക്ഷൻ മോഡ് ആൻഡ് L ഫോർ ലൈൻ. ഓക്കെ, സോ 100 കഴിഞ്ഞിട്ട് നമുക്ക് ടേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്
7 ആയിരിക്കും. ഓക്കെ, 100 mm കഴിഞ്ഞാൽ 1. ദെൻ അഗെയിൻ കൺട്രോൾ മോഡ്, കൺസ്ട്രക്ഷൻ മോഡ് ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ഓൺ കൺസ്ട്രക്ഷൻ മോഡ്, ഓർ കൺട്രോൾ എം ആണ് കൺസ്ട്രക്ഷൻ മോഡ് ഓൺ ഓഫ് ചെയ്യാനില്ല. കൺട്രോൾ എം ഫോർ ടോഗിൾ കൺസ്ട്രക്ഷൻ മോഡ്, കൺട്രോൾ എം. ദെൻ ക്ലിക്ക് ഓൺ എൽ ഫോർ ലൈൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള ടേപ്പേർഡ് കീ. റൈറ്റ്, അഗെയിൻ ദെൻ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കൺട്രോൾ ഡിലീറ്റ് ഫോർ ഡിലീറ്റ് സെഗ്മെൻറ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് ആ ടേപ്പർ കീ കിട്ടിയിട്ടുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. എക്സ്ട്രൂഡ് ചെയ്യാം. നമുക്ക് ആ ആക്സിസിൻ്റെ പ്ലെയിനിലെ സെൻട്രലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സിമെട്രിക് ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. ദ വിഡ്ത്ത് ഈസ് ഓഫ് 12. കൺട്രോൾ ടി. റൈറ്റ്, നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് എടുത്ത് നോക്കാം. യെസ്, ആ ടേപ്പർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, so again save that file key long and going to the third one. It's a flange mail. Flange mail means this part. ഇവിടെ കാണാം, ഈ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടാണ്. ഈ ഫ്ലേഞ്ചിൻ്റെ അകത്താണ് നമ്മളെ ഷാഫ്റ്റും ടേപ്പർ കീ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലേഞ്ചിൻ്റെ മുകളിലാണ് 4 നട്ട് ആൻഡ് ബോൾട്ട് വെച്ച് ടൈറ്റൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, സിമെട്രിക് ആണ്, ഒരു സോളിഡ് ഓഫ് റെവല്യൂഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഐ മീൻ ഈ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആക്സിസ് വെച്ചിട്ട് നമുക്കതിനെ റിവോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻസ് അറിയണം. ഓക്കെ, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം, ഈ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 40 + 20 ആണ്. പ്ലസ് ഇവിടെ ഒരു ചെറിയൊരു ഇംപ്രഷൻ കൂടെയുണ്ട്. ദാറ്റ് മീൻസ് ഒരു 4 യൂണിറ്റ്സ് ഒരു സ്പിഗോട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് ആസ് എ മെയിൽ പാർട്ട്. അപ്പോൾ നമുക്ക് 40 + 4 ആയിരിക്കും ആ ലൈന് വരാൻ പോകുന്നത്, 44. എഗെയിൻ ഈ പറഞ്ഞിരിക്കുന്ന 44 വരുന്നത് ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്തതിൻ്റെ ശേഷമാണ്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ റേഡിയസ് കഴിഞ്ഞിട്ട് വേണം ഈ പറഞ്ഞ 44 ലെങ്ത് വരാൻ. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 40 ആണ്, സോ റേഡിയസ് ഇസ് 20. നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലോസ്, ദെൻ കൺട്രോൾ എൻ ഫോർ ന്യൂ പാർട്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലേഞ്ച് മെയിൽ. ഓക്കെ, സോ റിവോൾവ് ചെയ്യാനായതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. ദെൻ ഐ എം ഗോയിങ് ടു റിവോൾവ്. റൈറ്റ്, ഐ എം ക്ലിക്കിംഗ് ഓൺ എൽ ഫോർ ലൈൻ. നമുക്കറിയാം 44 ആയിരുന്നു ആ ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ റേഡിയസ് ഈസ് 20. and 20 നോക്കാം. ബാക്കി ഈ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ഡയമീറ്റർ 80 തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഈസ് 80. ദാറ്റ് മീൻസ് ആക്സിസ് നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. നമുക്ക് ഈ ഒരു ചെറിയൊരു പോർഷൻ്റെ സൈസ് മതി, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 40. അത് വെച്ചിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എ ലൈൻ. ലെങ്ത് നമുക്കറിയില്ല, ബട്ട് നമുക്ക് ഡയമെൻഷൻ അറിയാം. ഈ ഒരു എൻഡിൽ നിന്ന് ഇവിടത്തേക്ക് 40 ആയിരിക്കണം. സോ ക്ലിക്ക് ഓൺ ഡയമെൻഷൻ, ഓർ ഡയമെൻഷൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ഡി ആണ്, റൈറ്റ്? സോ ക്ലിക്ക് ഓൺ ഡി. ഫ്രം ദിസ് പോയിന്റ് ടു ദ ആക്സിസ് ഈസ് 40, റൈറ്റ്? സോ ഇത്രയും ഡിസ്റ്റൻസ് വരച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വിത്ത് 40 mm. Again click on line L, then which is 40. സോ ഇത്രയും പോർഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ പാർട്ട് ഒരു സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 160. ഓക്കെ, അപ്പം ഈ ഒരു ലൈന് വരാൻ പോകുന്നത് 160 mm കഴിഞ്ഞിട്ടായിരിക്കും. ദാറ്റ് മീൻസ് റേഡിയസ് എടുക്കുകയാണെങ്കിൽ 80, right? So just a second, dimension. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 40 + 20 64 ആണ് വരുന്നത്. സോറി, ദിസ് വൺ ഈസ് 64, റൈറ്റ്? ഓക്കെ, ദെൻ അഗെയിൻ എൽ. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ദെൻ ഡയമീറ്റർ ഈസ് 160, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേഡിയസ് 80 ആയിരിക്കും. സോ ഡയമെൻഷൻ
ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 80. ഓക്കെ, ദെൻ ബാക്കി പോർഷൻസ് നമുക്ക് ഇത്രയും ക്ലിയർ ചെയ്യാം. ക്ലിക്ക് ഓൺ എൽ ഫോർ ലൈൻ, ഇവിടുന്ന് ഇവിടത്തേക്ക് ജോയിൻ ചെയ്യാം. ദെൻ ഈ ഒരു പോർഷൻ നേരെ ഇവിടെയല്ല കണക്ട് ചെയ്യുന്നത്, ഈ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്തെടുക്കുന്ന സ്പിഗോട്ടിൻ്റെ ഡയമീറ്റർ നമുക്കറിയണം. സ്പിഗോട്ടിൻ്റെ ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ എത്രയാണെന്ന് നമുക്കറിയണം, റൈറ്റ്? ഇതിൻ്റെ ഡയമീറ്റർ ഒന്നെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ടാവും, സ്പിഗോട്ടിൽ തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇത് ഫീമെയിൽ പാർട്ടിലേക്ക് എൻഗേജ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ടിലേക്കായിരിക്കും ഈ സ്പിഗോട്ടിൻ്റെ കയറാൻ പോകുന്നത്. സോ അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടാണ്, വിച്ച് ഈസ് 60, റൈറ്റ്? സോ ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ തീരാൻ പോകുന്നത് ഡയമീറ്റർ 60ലാണ്. സോ ഫ്രം ദ ആക്സിസ് 30 ആയിരിക്കും വരേണ്ടത്. അപ്പം അതൊന്ന് വരയ്ക്കാം. ദാറ്റ് മീൻസ് ഡയമെൻഷൻ, ക്ലിക്ക് ഓൺ ഡി, ഫ്രം ദിസ് ലൈൻ ടു ദിസ് എൻഡ് ഈസ് 30. അങ്ങനെയാണെങ്കിൽ ബാക്കി ലൈൻ എടുത്തിട്ട് നമുക്ക് ക്ലിക്ക് ഓൺ എൽ ടു ജോയിൻ that portion, right? നമുക്ക് ക്രോസ് സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ സെൻറ്റർ ലൈൻ ടു ക്രിയേറ്റ് ദാറ്റ് സെൻറ്റർ ലൈൻ, ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫ്ലെയിഞ്ചിൻ്റെ മെയിൽ പാർട്ട് എന്ന് പറയുന്നത്, ഫ്ലെയിഞ്ച് മെയിൽ. ഓക്കെ, ഫോർ ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ കൺട്രോൾ ഡി, റൈറ്റ്? ക്ലിക്ക് ഓൺ ഓക്കെ. ദെൻ ഇതിലുള്ള അടുത്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ടേപ്പർ കീ വരുന്നുണ്ട്, അതും ലോങ്ങർ വൺ. സോ ആ ടേപ്പർ കീ ഇരിക്കാനുള്ള ടേപ്പറും അതിൻ്റെ ലെങ്ത്തും ഒക്കെ ഇവിടെയും നമുക്ക് സ്പെസിഫൈ ചെയ്യാനുണ്ട്. ഓക്കെ, സോ നോക്കാതെ ഇതാ ഈ ഒരു പോർഷൻ നമുക്ക് ഫ്രണ്ട് വ്യൂ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫ്ലെയിഞ്ചിൻ്റെ മുകളിൽ നമ്മൾ ടേപ്പർ കീ ഇരിക്കാനുള്ള ഒരു പോർഷൻ. അപ്പോൾ ടോപ്പ് പോർഷനിലാണ് നമുക്ക് ടേപ്പർ വരാനുള്ളത്. നോക്കാം, ഇവിടെ ഇപ്പോൾ നമുക്ക് ഫിഗർ തന്നിട്ടുള്ളൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. നമുക്കതിൻ്റെ ഇന്ന ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗോ ടു വ്യൂ, അതിൽ നമുക്ക് കാണാം സെക്ഷൻ. നമുക്കിപ്പോൾ ഒരു സ്പെസിഫിക് ഒരു ക്വാർട്ടർ പോർഷനാണ് കട്ട് ചെയ്ത് കാണിക്കേണ്ടത്. സോ ഐ ക്യാൻ സെലക്ട് ഓഫ് സെറ്റ് സെക്ഷൻ. ഒരു സെക്ഷൻ നമ്മൾ കൊടുത്തിട്ട് അതിൽ നമുക്ക് വരച്ചെടുക്കാം. ഓഫ് സെറ്റ് സെക്ഷൻ ഇപ്പോൾ ചോദിക്കുന്നത് ഏത് പ്ലെയിനിലാണ് നമ്മൾ ആ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു പ്ലെയിനിൽ ആ സെക്ഷൻ വരച്ചു കൊടുക്കാം. ഈ ഒരു പോർഷനാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ക്വാർട്ടർ പോർഷൻ, ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള. സോ ഐ എം ക്ലിക്കിംഗ് ഓൺ ഓക്കെ. ഇതായിരുന്നു എനിക്ക് കട്ട് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത്, ഈ താഴെ കിടക്കുന്ന ക്വാഡ്രൻറ്റ്. അപ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്യാനുള്ള ക്വാഡ്രൻ്റ് ഏതാണെന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക ടു ക്രിയേറ്റിംഗ് എ ജോമെട്രി. ഞാനൊന്ന് ലൈൻ ടൂൾ എൽ എടുത്തിട്ടുണ്ട്. ദെൻ ആവശ്യമുള്ള പോർഷൻ മാത്രം ആ ഒരു ക്വാഡ്രൻ്റ് ഒഴിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള ക്വാഡ്രൻ്റ് ഒഴിച്ച് പ്രിസർവ് ചെയ്യാനുള്ള ഏരിയ നമ്മളവിടെ കാണിച്ചു കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ദെൻ ഡിഫോൾട്ട് ഓറിയൻറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫിഗറിൽ തന്നിരിക്കുന്ന സെയിം സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും നമുക്ക് കീ ഹോളിനുള്ള കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോള് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഐ ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് പ്ലെയിൻ ടു സ്കെച്ച് ദ കീ, റൈറ്റ്? നമുക്ക് കീ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഈ സെക്ഷൻ പ്ലെയിന് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഇവിടെ വ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ നമുക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെക്ഷനാണിത്. നമുക്കിവിടെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, ആക്ടിവേറ്റ് ആൻഡ് ഡീആക്ടിവേറ്റ്. ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ട് കാണാം. വീണ്ടും സെക്ഷൻ കാണണമെങ്കിൽ ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷനും കാണാൻ പറ്റും, റൈറ്റ്? നമ്മൾ തൽക്കാലത്തേക്കൊന്ന് ഓഫ് ചെയ്യാണ്. ദെൻ ക്ലിക്ക് ഓൺ ദിസ് പ്ലെയിൻ ആൻഡ് ക്ലിക്ക് ഓൺ എക്സ് ഫോർ എക്സ്ട്രൂഡ്. ഇനി ഇന്നർ പോർഷൻസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, റൈറ്റ്, ഇതായിരിക്കും നമ്മുടെ ഹോൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ കാണാം. അപ്പോൾ ഈ ഹോളിലായിരിക്കണം നമ്മുടെ കീ ഇൻസേർട്ട് ചെയ്യാനുള്ളത്, റൈറ്റ്? ഈ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ വേണം നമുക്ക് കീ വരയ്ക്കാൻ. കീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 ആണ്, റൈറ്റ്? സ്റ്റാർട്ടിങ്ങിൽ എൻഡിൽ അത് ടേപ്പറായിട്ട് പോകുന്നുണ്ട്. ലെങ്ത്ത് 70 ആണ്. സോ ഐ എം ക്ലിക്കിംഗ് ഓൺ എൽ ഫോർ ലൈൻ. ദെൻ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്തായാലും പകുതി പോർഷൻ ഷാഫ്റ്റിലായിരിക്കും, പകുതി പോർഷൻ ആയിരിക്കും ഫ്ലെയിഞ്ചിൽ വരാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ലൈൻ, ഇത് മിഡ് പോയിന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ മിഡ് പോയിന്റിൽ അവിടെ സെറ്റ് ചെയ്ത് വരക്കാം, റൈറ്റ്? ദ തിക്നെസ് ഈസ് 8. അതും സിമെട്രിക് ആയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ഒരു ലൈൻ സിമെട്രിക് ആയിട്ടാണ്. സിമെട്രിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇതിനെ സിമെട്രിക് സെറ്റ് ചെയ്യാം, രണ്ട് എൻഡ് പോയിന്റ്സും സെലക്ട് ചെയ്തിട്ട്. സോ ദിസ് ഇസ് ദ കീ ഹൈറ്റ്. ദെൻ അഗെയിൻ ക്ലിക്കിംഗ് ഓൺ എൽ ടു ഡിഫൈൻ ദ ലെങ്ത് ഓഫ് ദ കീ. ലെങ്ത് 70 ആണ് തന്നിട്ടുണ്ട്. അഗെയിൻ അതിനൊരു
ടേപ്പർ ഉണ്ട് 1:100. 1:100 ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കൺസ്ട്രക്ഷൻ മോഡൽ, ദാറ്റ് മീൻസ് കൺട്രോൾ M ആൻഡ് L ഫോർ ലൈൻ, ജസ്റ്റ് ഒരു ലൈൻ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ലൈൻ ഷുഡ് ബി 100 mm ലോങ്, കാരണം നമ്മൾ 1:100 ചെയ്യാൻ പോകുന്നത്. ദെൻ എഗെയിൻ ഒരു ലൈൻ കൂടി എടുക്കുക, ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ഇറ്റ് ഷുഡ് ബി 7, കാരണം 8 സ്റ്റാർട്ട് ചെയ്തു 7 എൻഡ് ചെയ്യുന്നു. ദെൻ കൺസ്ട്രക്ഷൻ മോഡ് ഒന്ന് ഓഫ് ചെയ്യാം, കൺട്രോൾ M, അഗെയിൻ ക്ലിക്ക് ഓൺ L ഫോർ ലൈൻ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെയായിരിക്കും നമ്മളുടെ ടേപ്പ്. ദെൻ അഗെയിൻ L ഫോർ ക്ലോസിങ്. ദെൻ നമുക്ക് ബാക്കി പോർഷൻ ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് സെഗ്മെന്റ്, കൺട്രോൾ ഡിലീറ്റ്. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ടേപ്പ് ഈ ഇരിക്കാനുള്ള ഹോൾ എന്ന് പറയുന്നത്. റൈറ്റ്, നമുക്കൊന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. സെൻറ്റർ പ്ലെയിനിലാണ് വരച്ചത്, സോ ഡെഫിനറ്റ്ലി ഇൻ സിമെട്രിക്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ആയിരുന്നു. ഓക്കെ, ദെൻ ഇപ്പോൾ അതൊരു ജസ്റ്റ് എ സെക്കൻഡ്, കൺട്രോൾ 2 ഫോർ ഷെയ്ഡിങ് വിത്ത് എഡ്ജസ്. ഇവിടെ ഇപ്പോൾ അതൊരു ഫീച്ചറായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോളിഡ് ഫീച്ചർ. നമുക്കത് റിമൂവ് ചെയ്യാനായിരുന്നു വേണ്ടത്, ജസ്റ്റ് റിമൂവ് മെറ്റീരിയൽ. ഓക്കെ, സോ ആ കീ ഹോൾ ഇരിക്കാനുള്ള ടേപ്പേർഡ് ആയിട്ടുള്ള കീ ഹോൾ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കൺട്രോൾ D ഫോർ ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ. അടുത്ത ഫീച്ചേഴ്സ് നോക്കാം. അതിലിനി ബാക്കിയുള്ളത് ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോൾസ് കാണാം. ഓക്കെ, ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളത് ഹോളിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. 4 into diameter 10, ദാറ്റ് മീൻസ് 4 holes with diameter 10. ത്രെഡഡ് ഹോൾസ് അല്ല, ഇറ്റ്സ് ഫ്ലാറ്റ് ഹോൾസ്, കാരണം ത്രെഡ് വരുന്നത് ഷാങ്കിൻ്റെ അറ്റത്താണ്, ദാറ്റ് മീൻസ് ഫ്ലേഞ്ചിൻ്റെ അറ്റത്താണ് വരുന്നത്. സോ ഇതൊരു ത്രെഡഡ് ഹോൾ അല്ല, ഇറ്റ്സ് എ ഫ്രീ ഹോൾ. ഓക്കെ, സോ നമുക്ക് 10 mm ഡയമീറ്ററുള്ള ഹോള് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ്, നമുക്ക് ഹോളിനുള്ള ഫീച്ചർ നമ്മുടെ കയ്യിലുണ്ട്. റൈറ്റ്, സോ ഈ ഒരു പ്ലെയിനിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലിക്ക് ഓൺ ദ പ്ലെയിൻ ആൻഡ് ക്ലിക്ക് ഓൺ ഹോൾ. റൈറ്റ്, സോ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഇപ്പോൾ ആ പ്ലെയിനിൽ എവിടെയോ ആയിട്ട് നമ്മൾ ആ ഹോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയമെൻഷൻസ് അറിയാവുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്ലെയിനിലായിരിക്കണം ഹോള്. ദെൻ ഇവിടുന്ന് എത്ര mm എബോവ് ആയിട്ട് നമുക്ക് നോക്കാം എത്രയാണെന്നുള്ളത്. ഈ ഹോള് കിടക്കുന്നത് ഒരു സർക്കുലർ പാർട്ടിലാണ്, വിച്ച് ഈസ് ഹാവിങ് എ ഡയമീറ്റർ ഓഫ് 120. അപ്പം അങ്ങനെയാണെങ്കിൽ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് ഒരു 60 mm മേലെ, ദാറ്റ് മീൻസ് 60 mm ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് എല്ലാ ഡയറക്ഷനിലും കിടക്കുന്നത്. സോ ഈ ഒരു പ്ലെയിനിലും 60 mm എബോവ് ആയിട്ടാണ് കിടക്കുന്നത്. സോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ പ്ലേസ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൺട്രോൾസ് എവിടേക്കാണ് കൊടുക്കേണ്ടത് നോക്കാം. സോ ഓഫ്സെറ്റ് റെഫറൻസസ്, ഫസ്റ്റ് വൺ ഞാൻ ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ 0 ആണ്, കാരണം ആ പ്ലെയിനിൽ തന്നെയാണ് വേണ്ടത്. ദെൻ അഗെയിൻ അടുത്തൊരു പ്ലെയിൻ കൂടെ സെലക്ട് ചെയ്യണം. ദെൻ ക്ലിക്ക് ഓൺ ഹിയർ ദിസ് കളക്ടർ, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക പ്ലെയിനെ, കാരണം നമുക്ക് മൾട്ടിപ്പിൾ സെലക്ഷനാണ്. സോ പ്രസ് ആൻഡ് ഹോൾഡ് കൺട്രോൾ ബട്ടൺ, ദെൻ സെലക്ട് ദിസ് പ്ലെയിൻ. ഓക്കെ, ഈ ഒരു പ്ലെയിനിൽ നമ്മൾ പറഞ്ഞു ഡയമീറ്റർ 120 ആണ്. സോ 60 mm കഴിഞ്ഞിട്ടായിരിക്കണം ആ ഹോൾ വേണ്ടത്. റൈറ്റ്, ദെൻ ഹോളിൻ്റെ ഡയമീറ്റർ ഈസ് ഗിവൻ ആസ് 10. ഓക്കെ, സോ 10 mm, 10 units ഡയമീറ്റർ, 60 mm റേഡിയസിൽ ഒരു ഹോൾ ഉണ്ട്. ഇതിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് ഫ്ലെയിൻസിൻ്റെ അതേ ഡെപ്താണ്. സോ ഐ ക്യാൻ സെലക്ട് ദിസ് ഓപ്ഷൻ. ഓക്കെ, എ ത്രൂ ഹോൾ ഓപ്ഷൻ, ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെ, സോ ഇതായിരിക്കും ഹോൾ. പക്ഷെ അതൊരു ഹോളല്ല, നമ്മൾ ഫിഗറിൽ കണ്ടാൽ അറിയാം 4 ഹോൾസ്. ഓക്കെ, ഓരോ ക്വാഡ്രന്റിലും 4 ഹോൾസ് ഉണ്ട്. ആ 4 ഹോൾസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ യൂഷ്വലി നിങ്ങൾ ഓട്ടോകാഡിലൊക്കെ അറേ കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെയും സിമിലർ ആയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്, വിച്ച് ഈസ് പാറ്റേൺ. പാറ്റേൺ നമുക്ക് സർക്കുലർ പാറ്റേണും ചെയ്യാം, അല്ലെങ്കിൽ ലീനിയർ പാറ്റേണും ചെയ്യാം. സോ ക്ലിക്ക് ഓൺ ദാറ്റ് ഹോൾ, നമുക്ക് ഈ ഹോളാണ് പാറ്റേൺ ചെയ്യാനുള്ളത്. ക്ലിക്ക് ഓൺ ദാറ്റ് ഹോൾ ആൻഡ് ക്ലിക്ക് ഓൺ പാറ്റേൺ. പാറ്റേൺ ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റിവോൾവ് ചെയ്ത് കിട്ടുന്നതാണ് ആവശ്യം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് ആക്സിസ്, നമ്മളെ ഫ്ലെയിഞ്ചിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് റിവോൾവ് ചെയ്താൽ മതി. സോ സെലക്ട് ദ പാറ്റേൺ ടൈപ്പ്, അവിടെ നമുക്ക് ആക്സിസ് ടൈപ്പ് കാണാം. സോ ഇഫ് ഐ സെലക്ട് ദ ആക്സിസ് ടൈപ്പ് ആൻഡ് ദിസ് ആക്സിസ്, അപ്പോൾ തന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ട് 4 ഹോൾസ് ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ആക്സിസ് ആൻഡ് സെലക്ട് ദിസ് ആക്സിസ്. നമുക്ക് നമ്പർ ഓഫ് ഹോൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ 4 ആണ് ആവശ്യം. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ഹോൾസ് വിച്ച് ഈസ് 90 ഒബ്വിയസ്ലി. എത്ര ആംഗിളിൽ ഇത് വേണം? 360 ഡിഗ്രി കംപ്ലീറ്റ് സർക്കിൾ ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 ഡയറക്ഷനിൽ എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ റിവോൾവ് ചെയ്യുന്നത് പോലെ പാറ്റേൺ ചെയ്യാം. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. സോ ദ നമ്പർ ഓഫ് members in second direction, let it be 1. Okay, then click on OK. നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കിയാൽ, റൈറ്റ് സൈഡ് വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾസ് കാണാൻ പറ്റും.
റൈറ്റ്. കൺട്രോൾ ഡി ഫോർ ഡീഫോൾട്ട് ഓറിയൻറ്റേഷൻ. വേറെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടിൽ ഇല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ. ദെൻ ഫ്ലേഞ്ചിൽ ഒബ്വിയസ്ലി ഇവിടെ ഒരു റൗണ്ട് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഡയമെൻഷൻസ് അവൈലബിൾ അല്ല. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാം, ബട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ്. ലെറ്റ് ഇറ്റ് ബി 2. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. റൈറ്റ്. ആ ഒരു ഫീച്ചറോട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് റെഡി. കൺട്രോൾ എസ് ഫോർ സേവിങ് ദാറ്റ് പാർട്ട്. ഓക്കെ. ഇതിനൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ കൺട്രോൾ ഡബ്ല്യു ആണ് ഷോർട്ട് കീ. ജസ്റ്റ് ഈ ഒരു വിൻഡോ മാത്രം ക്ലോസ് ചെയ്യാം. കൺട്രോൾ ഡബ്ല്യു. ദെൻ അഗെയിൻ കൺട്രോൾ ന്യൂ, നെക്സ്റ്റ് ഫയൽ. അടുത്ത പാർട്ട് ഏതാണെന്ന് നോക്കാം, വിച്ച് ഈസ് ഫ്ലെയിഞ്ച് ഫീമെയിൽ. ഇതിൻ്റെ നേരെ ഫീമെയിൽ പാർട്ടാണ്. ദാറ്റ് മീൻസ് ഈ ഒരു സ്പിഗോട്ടിൻ്റെ കയറാനുള്ള ഒരു ഹോളും കൂടെയുള്ള ഫീച്ചറാണ് ഫ്ലെയിഞ്ച് ഫീമെയിൽ എന്ന് പറയുന്നത്. സോ ഫ്ലെയിഞ്ച് ഫീമെയിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഫ്ലെയിഞ്ച് ഫീമെയിൽ യൂണിറ്റ് ഒക്കെ ഓൾറെഡി സെറ്റാണ്. ഇതിവിടെ കാണാം നമുക്ക് മില്ലിമീറ്റർ ന്യൂട്ടൺ സെക്കൻഡ് പാർട്ട് സോളിഡ് ആബ്സല്യൂട്ട്. ഓക്കെ. ഇതും നമുക്ക് റിവോൾവ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ്. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിനൊന്ന് റിവോൾവ് ചെയ്താൽ മതി. ഓക്കെ. നമുക്ക് ഓരോ പാർട്ടായിട്ട് നോക്കാം. ഫ്രണ്ട് പ്ലെയിനിൽ തന്നെ വരച്ചിട്ട് റിവോൾവ് ചെയ്യാം. ജസ്റ്റ് ഡയറക്റ്റ്ലി ഗോ ടു റിവോൾവ്. പാർട്ട് ഒന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഹോള് കിടക്കുന്നത് 4 mm ആണ് സിലിണ്ടറിക്കൽ. 6 mm സോറി. 4 mm സ്പിഗോട്ട് ഉണ്ട്. 6 mm ആണ് സ്പിഗോട്ടിന് കിടക്കാനുള്ളൊരു ഹോൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ഹാവ് എ ക്ലിയറൻസ് ഓഫ് 2 mm. ഇവിടെ കാണാം ഫീമെയിൽ ആൻഡ് മെയിൽ പാർട്ട് മേറ്റ് ചെയ്താൽ നമുക്ക് അവിടെ 2 mm ക്ലിയറൻസ് കാണാം, വിച്ച് ഈസ് സി. ഇറ്റ്സ് ഈക്വൽ ടു 2 mm. സി ഈക്വൽ ടു 2 mm. റൈറ്റ്. അപ്പോൾ 2 mm ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഡയമെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ 20 + 40 ദാറ്റ് മീൻസ് 60. അതിൽ നിന്ന് 6 ആവശ്യമില്ല. ഓക്കെ. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. റൈറ്റ്. സോ ക്ലിക്ക് ഓൺ ലൈൻ. ഓക്കെ. ലൈൻ. The total length is 60 minus 6 അല്ലേ? അങ്ങനെയാണ് വന്നേക്കുന്നത്. 60 minus 6. റൈറ്റ്. ആൻഡ് ഈ ഒരു ക്ലിയറൻസ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ. സോ ആ ലൈൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം ഈ പറഞ്ഞിരിക്കുന്ന ലൈനാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയമീറ്ററിലാണ് എൻഡ് ചെയ്യുന്നത്. ഡയമീറ്റർ എത്രയാണെന്ന് നോക്കാം. ഡയമീറ്റർ ഇവിടെ തന്നിട്ടില്ല, ബട്ട് ഈ ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 80. റൈറ്റ്. അപ്പോൾ 40 ഡയമീറ്ററിൽ വേണം എൻഡ് ചെയ്യാൻ. ജസ്റ്റ് അഗെയിൻ ക്ലിക്ക് ഓൺ എൽ. ഓക്കെ. നമുക്ക് ആ ഷാഫ്റ്റ് ഇരിക്കാനുള്ളൊരു ഡിസ്റ്റൻസ് കൂടെ കൊടുക്കണമായിരുന്നു. ജസ്റ്റ് ഐ എം ഡിലീറ്റിംഗ് ദാറ്റ് ലൈൻ. അഗെയിൻ എൽ. നമുക്ക് ആ ഷാഫ്റ്റിനുള്ള ഒരു 40 mm ഡയമീറ്ററുള്ള ഷാഫ്റ്റ് അല്ലേ? സോ 20 mm ഇരിക്കാനുള്ള ഒരു ഓഫ്സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് 6 ആയിരിക്കും. ഇത് 60 minus 6 ദാറ്റ് മീൻസ് 54 ആയിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ദ ലൈൻ. ലൈൻ്റെ ഡയമെൻഷൻ നോക്കാം. ഡയമീറ്റർ 80 ആണ്. സോ 40 എൻഡ് ചെയ്യുന്നത് വരെ dimension, click on D. From this line to this point is 40. ഓക്കെ. ഈ ഒരു 2 ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 40. ദെൻ ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വിച്ച് ഈസ് ഹാവിങ് ഡയമെൻഷൻ 40 അഗെയിൻ. Just a second. Okay. 40. Then ഇവിടെ അടുത്തൊരു ഡെപ്ത് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലേഞ്ചിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഡയമീറ്റർ നോക്കുക. ഫ്ലേഞ്ചിൻ്റെ എൻഡിലുള്ള ഡയമീറ്റർ 160 തന്നിട്ടുണ്ട്. സോ 80 mm റേഡിയസിലായിരിക്കും ഈ 20 mm കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലൈൻ എടുത്തിട്ട് എൻഡ് ചെയ്യുന്നത് അവസാനം വരെയുണ്ട്. സോ ഇവിടെ ഒരു 20 mm ഉള്ള ലൈൻ വരയ്ക്കാം. ഓക്കെ. ഈ 20 mm ലൈൻ എന്ന് പറയുന്നത് ആക്സിസ് നിന്ന് ഇവിടത്തേക്ക് 80 ആയിരിക്കും. കാരണം ഇവിടെ ടോട്ടൽ ഡയമീറ്റർ തന്നിട്ടുള്ളത് 160 ആണ്. സോ ഐ ക്യാൻ കംപ്ലീറ്റ് ദിസ് ഡ്രോയിങ്. ക്ലിക്ക് ഓൺ എൽ ഫോർ ലൈൻ.
ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയൊരു ക്ലിയറൻസ് ഒക്കെയുള്ള ഹോള് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ വാല്യൂ കൂടെ നോക്കാം. ഓക്കെ, സോ ഈ ഒരു പോർഷൻ, ഈ ഒരു ഡിപ്പ് എത്രയാണെന്ന് അറിയണം. ഈ ഒരു ഡിപ്പ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ ഡയ ഈസ് 60. സോ 30 കഴിഞ്ഞിട്ടായിരിക്കും ഒരു ലൈൻ വരാൻ പോകുന്നത്. 30 കഴിഞ്ഞിട്ട് ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ ഡി ഫ്രം ദിസ് ലൈൻ ടു ദിസ് ആക്സിസ് ഈസ് 30. ഇങ്ങനെയാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, now the geometry is closed, right? ഇനി നമുക്ക് റിവോൾവ് ചെയ്യാനുള്ള ഒരു സെൻട്രൽ ലൈൻ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ഓൺ ഓക്കെ. കൺട്രോൾ ഡി ഫോർ ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ. ഇതായിരിക്കും നമ്മുടെ പാർട്ട്. ക്ലിക്ക് ഓൺ ഓക്കെ. റൈറ്റ്, ഇവിടെ നമുക്ക് ഹോൾസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, സിമിലർ വൺ. ദെൻ ടേപ്പർ കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഈ പറഞ്ഞിരിക്കുന്ന ടേപ്പർ കീ ഹോളും വേണം. നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന 4 ഹോൾസ് വിത്ത് ഡയമീറ്റർ 10 ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ. ഡിഫോൾട്ട് ഓറിയൻറ്റേഷനിലേക്ക് പോയതിന് ശേഷം നമുക്ക് ആ ഹോൾ ക്രിയേറ്റ് ചെയ്യാം. ദിസ് പ്ലെയിൻ ആൻഡ് ക്രിയേറ്റ് ഹോൾ. ഡയമീറ്റർ എന്നിട്ടിരിക്കുന്ന 10 ആണ്. യെസ്, നമുക്ക് ഓഫ്സെറ്റ് റെഫറൻസ് സെലക്ട് ചെയ്യാം. എനിക്ക് ഈ ഒരു പ്ലെയിനുമായിട്ടുള്ള ഡയമെൻഷൻ ഇറ്റ് ഷുഡ് ബി 0. ദെൻ ഈ ഒരു പ്ലെയിനുമായിട്ട് സോറി, കൺട്രോൾ പ്രസ് ചെയ്തില്ല, ദിസ് വൺ. ദെൻ പ്രസ് ആൻഡ് ഹോൾഡ് കൺട്രോൾ ആൻഡ് ദിസ് പ്ലെയിൻ. ഓക്കെ, ഫസ്റ്റ് പ്ലെയിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് 0 ആണ്. അടുത്തതായിട്ടുള്ള ഡയമീറ്റർ 60 ആണ്. ഐ തിങ്ക് ഹോൾ കിടക്കുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് 120 ആണ്. സോ ഡെഫിനറ്റ്ലി 60. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇതിനൊന്ന് പാറ്റേൺ ചെയ്യണം. സെലക്ട് ദ ഹോൾ, ക്ലിക്ക് ഓൺ പാറ്റേൺ, go to the axis type and select the axis of planes. The number of members are 4. Ready. Okay, so 4 ഹോൾസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടേപ്പർ കീ ഇരിക്കാനുള്ള ടേപ്പേർഡ് ഹോൾ ക്രിയേറ്റ് ചെയ്യണം. അത് ആക്ച്വലി ഈ സൈഡിലുള്ള പ്ലെയിനിലാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അസംബ്ലിയുടെ ടൈമിൽ ചേഞ്ച് ചെയ്താലും മതിയാവും. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഈ ഒരു പ്ലെയിനിലായിട്ട് നമുക്ക് വരയ്ക്കാം. സോ അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് എ സെക്കൻഡ്. ഈ ഒരു പ്ലെയിൻ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഓറിയൻറ്റേഷനിൽ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ ക്ലിക്ക് ഓൺ എക്സ് ഫോർ എക്സ്ട്രൂഡ്. വീണ്ടും റിവോൾവ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വന്നെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് താഴെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അസംബ്ലി ടൈമിൽ നമുക്ക് വീണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കതിൻ്റെ ഇൻറ്റേർണൽ പോർഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൺട്രോൾ 5 കൊടുക്കാം. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഷാഫ്റ്റ് പോകുന്ന ഹോൾ വിത്ത് ഡയമീറ്റർ 40. ഇവിടെ ആയിരിക്കും നമുക്ക് ആ കീ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, കീ ഹോൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ആ കീ ഹോൾ ഒന്ന് നോക്കാം. ഈ ഹോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു പോർഷൻ സ്പിഗോട്ടിൻ്റെ എൻഡ് കഴിഞ്ഞിട്ടാണ്. സ്പിഗോട്ട് എൻഡ് വരാനുള്ള എൻഡ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫ്രം ഹിയർ. ഓക്കെ, അപ്പോൾ എനിക്ക് അവിടെ 8 mm തിക്നെസ് ഉള്ള കീ വേണം. സോ ഐ എം സെലക്ടിങ് ഓൺ ലൈൻ. ദെൻ മിഡ് പോയിന്റിൽ എൻഡ് ചെയ്യുന്ന തരത്തിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ലൈൻ, ഈ ഒരു 8 mm ലൈൻ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഷാഫ്റ്റിൻ്റെ ഈ ഒരു എൻഡുമായിട്ട് സിമെട്രിക് ആണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വരച്ചിട്ട് നമുക്ക് സിമെട്രിക് ആക്കിയാലും മതി. ഓക്കെ, ദെൻ ലെങ്ത് നോക്കാം. ഇവിടെ നമുക്ക് കീ സ്മോൾ ആണ് ആവശ്യം, റൈറ്റ്? സോ കീ സ്മോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 63 ആണ്. So click on line and the length is 63, right? Then നമുക്കിനി ഒരു ടേപ്പർ സെറ്റ് ചെയ്യണം. ടേപ്പർ is 1:100. So control M for construction mode. Then again click on L. Okay, ഈ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് it should be 100 to set the taper. Okay, then നമുക്കറിയാം ഇവിടെ ഒരു ലൈനും കൂടെ ആവശ്യമുണ്ട്. Click on L. ഇതിൻ്റെ ഡിസ്റ്റൻസ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 7. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ മോഡ് ഓഫ് ചെയ്യാം. കൺട്രോൾ M, ദെൻ ക്ലിക്ക് ഓൺ L ഫ്രം ദിസ് പോയിന്റ് ടു ഹിയർ, റൈറ്റ്? നമുക്ക് ആ കീ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കൺട്രോൾ ഡിലീറ്റ് ഫോർ ഡിലീറ്റ് സെഗ്മെൻറ്റ്. ഓക്കെ, ദെൻ ഇത് നമുക്കൊന്ന് റിവോൾവ് ചെയ്യാം, എക്സ്ട്രൂഡ് ചെയ്യാം. Click on OK.
എക്സ്ട്രൂഡ് നമുക്കുള്ള ആവശ്യം 12 ആണ് കീയുടെ വിഡ്ത്ത് ഓർമ്മയുണ്ടെങ്കിൽ. ദെൻ ഇറ്റ് ഷുഡ് ബി ഇൻ സിമെട്രിക്. ദെൻ റിമൂവ് മെറ്റീരിയൽ. ക്ലിക്ക് ഓൺ ഓക്കെ. ഏത് ഓറിയൻറ്റേഷനിലാണ് ആ ഹോൾ വന്ന് നോക്കാം. മീൻസ് അത് നേരെ റൈറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇനഫ് നമുക്ക് അസംബ്ലിയുടെ സമയത്ത് റൊട്ടേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ ഒരു ഡയറക്ഷനിലായിരുന്നു ഉദ്ദേശിച്ചത്, ബട്ട് അടുത്ത പ്ലെയിനിലാണ് വന്നത്. ഇനഫ്. സോ ഫീമെയിൽ പാർട്ടും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വേറെ ഫീച്ചേഴ്സ് ഒന്നും ഫീമെയിൽ പാർട്ടിൽ ക്രിയേറ്റ് ചെയ്യാനില്ല. റൈറ്റ്. സോ നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോവാം. ദ നെക്സ്റ്റ് വൺ ഈസ് കീ. ഓക്കെ, കീ ലോങ് നമ്മൾ വരച്ചു. ഇനി കീ ഷോട്ട് വരയ്ക്കാനുണ്ട്. ഇപ്പോൾ വരച്ചതിൻ്റെ ഹോളിൽ വരച്ചതിൻ്റെ കീ ഷോട്ട്. ഓക്കെ, so again go to PTC Creo, close this control W, then control N for new file, then key short. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് പ്ലെയിൻ എടുത്തിട്ട് എക്സ്ട്രൂഡിലേക്ക് പോവാം. ടൈപ്പ് ഓൺ എക്സ്, ദെൻ കീ. റൈറ്റ്. സോ 8 ആണ് തിക്നെസ്. യെസ്, 63 ആണ് ലെങ്ത് എന്ന് പറയുന്നത്. 63. Then control M for construction mode and L for line. Okay, your distance should be 100. Then this one, let it be 7. നമുക്ക് ആ ക്യൂ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. Then control M for toggle the construction mode and L for line from here to here, and also this one. Control delete for delete segment. Okay. നമുക്ക് ഇതൊന്ന് സിമെട്രിക് ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. 12 ആയിരുന്നു വിഡ്ത്ത്. ഓക്കെ, ക്ലിക്ക് ഓൺ ഓക്കെ. ദിസ് വൺ. ഓക്കെ, സോ കീ ഷോട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൺട്രോൾ എസ്. ഓക്കെ, ദെൻ കൺട്രോൾ ഡബ്ല്യു. റൈറ്റ്. അടുത്ത പാർട്ട് നോക്കുകയാണെങ്കിൽ കീ ഷോട്ട് വരെ. ഇനി ഉള്ളത് ബോൾട്ട് ആൻഡ് നട്ടാണ്. ബോൾട്ട് ആൻഡ് നട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് M10 ബോൾട്ട് വിത്ത് ഷാങ്ക് ലെങ്ത് ഓഫ് 52 ആൻഡ് ഇറ്റ്സ് ഓഫ് എ ഹെക്സഗണൽ ബോൾട്ട്. ഹെക്സഗണൽ ബോൾട്ട് ആൻഡ് നട്ട്. ഹെക്സഗണൽ ബോൾട്ട് ആൻഡ് നട്ട് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഹെക്സഗണൽ ബോൾട്ട് ആൻഡ് നട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഹെക്സഗണൽ ബോൾട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. M10 ആണ് ഹെക്സഗണൽ ബോൾട്ട്. ഓക്കെ, സോ കൺട്രോൾ N. നമുക്ക് ചെയ്യാനുള്ളത് ഹെക്സഗണൽ ഓക്കെ ബോൾട്ട്. റൈറ്റ്. നമുക്ക് ടോപ്പ് വ്യൂവിൽ ഒരു ഹെക്സഗൺ ക്രിയേറ്റ് ചെയ്യാം. ടോപ്പ് പ്ലെയിൻ, ക്ലിക്ക് ഓൺ X for extrude. പോളിഗൺസ് നമുക്കറിയാം പാലറ്റിൻ്റെ അകത്തുള്ളത്. ഗോ ടു പാലറ്റ്, സെലക്ട് ദ പോളിഗൺ, ദ 6-sided ഹെക്സഗൺ. ഓക്കെ, ദെൻ ക്ലോസ്, ക്ലിക്ക് ഓൺ ഓക്കെ. ഇനി ഇതൊന്ന് സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു ഓറിയൻറ്റേഷൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അസംബ്ലിയിൽ നിന്നൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഓറിയൻറ്റേഷൻ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ സെൻട്രൽ 32 ഓഫ്സെറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഒന്ന് കോയിൻസൈഡ് അയക്കാം. ഒന്നെങ്കിൽ ഇത് ഡയമെൻഷൻ 0 കൊടുക്കാം, ബട്ട് ഒബ്വിയസ്ലി നമുക്കിവിടെ ഒരു coincident constraint ഉണ്ട്. Just click on that coincident constraint with this center point of the hexagon and the axis. അവിടെ കോയിൻസൈഡ് ചെയ്തു. ഒരു കോയിൻസിഡൻസ് കൂടെ കൊടുക്കാം ഇവിടെയും ഈ ഒരു പ്ലെയിനായിട്ട്. Now it is centered. Okay, then M10 hexagonal bolt എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ this dimension should be 10. Then click on OK. Right? ഇനി ഹെക്സഗണൽ ബോൾട്ടിൻ്റെ ഹൈറ്റ് ആവശ്യമുണ്ട്. നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡിഫോൾട്ട് ഹെക്സഗണൽ ബോൾട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി 0.8D. റൈറ്റ്. സോ 0.8D ആയിരിക്കും. ഇപ്പോൾ D എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഇറ്റ് ഷുഡ് ബി 8 mm. ഓക്കെ, ദെൻ അതിനൊരു ഷാങ്ക് പാർട്ട് കൂടെ വേണം. ഈ ഒരു പ്ലെയിനിലായിരിക്കും. ക്ലിക്ക് ഓൺ X. M10 ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ ക്ലിക്ക് ഓൺ സർക്കിൾ വിത്ത് എ ഡയമീറ്റർ ഓഫ് 10 ആൻഡ് ഷാങ്കിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓഫ് 52. ക്ലിക്ക് ഓൺ ഓക്കെ. കൺട്രോൾ D ഫോർ ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ. ഇതായിരിക്കും നമ്മുടെ ഹെക്സഗണൽ ബോൾട്ട്. ബട്ട് ഹെക്സഗണൽ ബോൾട്ടിൽ ടോപ്പിൽ ചെറിയൊരു ചാംഫർ കൂടെ കൊടുത്തിട്ടുണ്ടാവും ഫോർ സേഫ്റ്റി പർപ്പസ്. ഇവിടെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉണ്ട്. നമുക്ക് ഡിഫോൾട്ട് ഓറിയൻറ്റേഷനിൽ വന്നതിന് ശേഷം ഈ ഒരു ഫ്രണ്ട് പ്ലെയിൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ദിസ് വൺ. അവിടെ നമുക്ക് ആ ഒരു ചാംഫർ ചെയ്യാനുള്ള, സിലിണ്ടറിക്കലായിട്ട് ചാംഫർ ചെയ്യണം. സോ ആ ചാംഫർ ചെയ്യാനുള്ള ഫീച്ചർ വരച്ചിട്ട് നമുക്ക് അതൊന്ന് റിവോൾവ് ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ. ഞാൻ ആ പാർട്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഹെക്സഗണൽ ബോൾട്ടിൻ്റെ മേലെ ഒരു ചാംഫർ കൊടുത്തതാണ്. ഓക്കെ, എല്ലാ നെറ്റിൻ്റെയും ബോൾട്ടിൻ്റെയും വൺ സൈഡ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ഓൺ റിവോൾവ്.
ഈ ഒരു പാർട്ട് വരയ്ക്കാൻ നമ്മൾ ഓൾറെഡി മെഷീൻ ഡ്രോയിങ്ങിൽ പഠിച്ച കാര്യമാണ്. നമ്മൾ ഈ ഒരു ചെറിയൊരു ലെഫ്റ്റ് സൈഡ് പോർഷൻ, ലെഫ്റ്റ് ഓർ റൈറ്റ് ഇത് ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് സെലക്ട് ചെയ്യാം. ദെൻ കൺട്രോൾ M ഫോർ കൺസ്ട്രക്ഷൻ മോഡ്. നമുക്കൊരു ലൈൻ ഇതിൻ്റെ മിഡിലായിട്ട് വരയ്ക്കാനുണ്ട്. സോ ഞാനൊരു കൺസ്ട്രക്ഷൻ മോഡ് ലൈന് വരച്ചു. ഇറ്റ് ഷുഡ് ബി മിഡിൽ ഓഫ് ദിസ് സെക്ഷൻ. സോ ഗോ ടു സിമെട്രിക്. ഈ ഒരു ലൈൻ സിമെട്രിക് ആയിരിക്കണം, ഈ ഒരു എൻഡിൻ്റെ ഈ ഒരു എൻഡിൻ്റെ സിമെട്രിക്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വ്യൂ ഒന്ന് കാണാൻ വേണ്ടി കൺട്രോൾ 5ലേക്ക് പോവാം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. റൈറ്റ്, ഈ ഒരു പോയിന്റ് ഒരു 30 ഡിഗ്രിയിലൊരു ലൈനോട് വരയ്ക്കുക. ക്ലിക്ക് ഓൺ L ഫ്രം ദിസ് ഇന്റർസെക്റ്റ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ഓൺ ഡയമെൻഷൻ D. Then from this line to this line the angle should be 30. That's the construction method. Okay, angle 30 ആയിരിക്കണം. ഓക്കെ, ആംഗിൾ 30. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയായിരിക്കും നിങ്ങൾ പണ്ട് ഹെക്സഗണൽ നെട്ടും ബോൾട്ടും വരച്ച സമയത്ത് ചെയ്തത്. സോ ഇവിടെ നമുക്കൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഐ എം സെലക്ടിങ് സെൻറ്റർ ആൻഡ് എൻഡ്സ് ഫ്രം ദിസ് പോയിന്റ്, ഫ്രം ദിസ് ആൻഡ് അപ് ടു ഹിയർ. നിങ്ങൾ ഇവിടെ 2 ഡയറക്ഷനിലും വരച്ചിട്ടുണ്ടാകും. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്കതിൻ്റെ ആ ഒരു സെക്ഷൻ മാത്രമാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. ഈ ഒരു പോയിന്റാണ് നമുക്ക് ആവശ്യം. ഞാൻ എഗെയിൻ കൺസ്ട്രക്ഷൻ മോഡിൽ ഒരു ലൈൻ വരയ്ക്കാം. ഈ ഒരു പോയിന്റ് എന്ന് നമുക്ക് വരാൻ പോകുന്ന ആ ഒരു ചാംഫറിങ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 30 ഡിഗ്രി ടു ദ ഹൊറിസോണ്ടൽ. ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ വേറെ എവിടെയും സ്നാപ്പ് ചെയ്യാതെ നൗ ഇറ്റ് ഈസ് ഫ്രീ. ഈ ഒരു ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ ഷുഡ് ബി 30. So click on D for dimension. From this line to this line should be 30. Right? ഇതായിരിക്കും നമുക്ക് ചാംഫർ ചെയ്യാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത്. Then toggle off the control construction mode, control M. Then click on L for line. ഇവിടെ നോട്ട് റൈറ്റ്, ഈ ഒരു ട്രയാങ്കുലർ പോർഷനിലായിരിക്കും നമ്മൾ അതിനെ റിവോൾവ് ചെയ്യാൻ പോകുന്നത്. കൺട്രോൾ 2. റൈറ്റ്, ജസ്റ്റ് റിവോൾവ് ചെയ്യാനുള്ളൊരു ആക്സസ് കൂടെ കൊടുക്കാം. സെൻറ്റർ ലൈൻ, ഇത് സെൻറ്റർ ലൈൻ, ക്ലിക്ക് ഓൺ ഓക്കെ. റൈറ്റ്, നമുക്കിതിനെ റിമൂവ് ചെയ്യാണ് വേണ്ടത്. സോ റിമൂവ് മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹെക്സഗണൽ നെട്ട് കാണാം. ഇതിൻ്റെ ടോപ്പ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. റൈറ്റ്, ഇങ്ങനെയായിരിക്കും ഹെക്സഗണൽ നെട്ട് ഉണ്ടാവുന്നത്, ഹെക്സഗണൽ ബോട്ട്. അഗെയിൻ ഹെക്സഗണൽ ബോട്ടിൻ്റെ എൻഡിൽ ഒരു 20 mm ലെങ്ത്തിൽ ത്രെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇൻ എഞ്ചിനീയറിംഗ് ടാബ് വി ഹാവ് കോസ്മെറ്റിക് ത്രെഡ്. ഈ ഒരു സർഫസിലാണ് വേണ്ടത് പ്ലേസ്മെൻറ്റ്, ഈ ഒരു സർഫസ്. ദെൻ ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു കലക്ടർ ഓപ്പണായി കാണാം. ഏത് സർഫസിനാണ് ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രം ഹിയർ, ഈ ഒരു സർഫസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ 20 mm കാണാം, ഇവിടെ 20 mm ഒരു ത്രെഡ്. കൺട്രോൾ D. ഓക്കെ, സോ അതൊന്ന് സേവ് ചെയ്യുക. കൺട്രോൾ S, ബോൾട്ട്. ഓക്കെ, കൺട്രോൾ W ടു ക്ലോസ് ദാറ്റ് വിൻഡോ. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ഈസ് നട്ട്. സെയിം നട്ടാണ് M10ലുള്ളത്. നേരത്തെ വരച്ച ബോൾട്ട് പോലെ തന്നെ സെയിം പ്രൊസീജിയർ, ഷാങ്ക് ഒഴിവാക്കാമെന്ന് മാത്രം. ഓക്കെ, സോ അഗെയിൻ ഗോ ടു PTC Creo, control N for new. Then last part is nut. Okay, so I'm selecting top plane, X for extrude, and going to palette, polygon, 6-sided hexagon. Click on OK, close. Then അതൊന്ന് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി go to coincidence, from center point to this plane, center point to this plane. Okay, M10 ആണ് വാല്യൂ, so this should be 10. Click on OK, control D. 0.8D ആയിരിക്കും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. so it should be 8. റൈറ്റ്, വീണ്ടും ഇവിടെയും നമുക്ക് ആ ചാംഫർ ഫീച്ചർ ആവശ്യമുണ്ട്. ഒരെൻഡിൽ മാത്രം. ലോക്ക് നെറ്റ് ആണെങ്കിൽ നമ്മൾ 2 സൈഡിലും 2 ഫേസിലും ചെയ്യും. ഇവിടെ ബോൾട്ട് ആയതുകൊണ്ട് ഒരു ഫേസിൽ മാത്രമേ ആവശ്യമുള്ളൂ. 2 ഫേസിലുള്ളത് കൊണ്ട് നമുക്ക് ഒരു ഫേസിൽ മാത്രം, ഫിഗർ പ്രകാരം ഒരു ഫേസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാ ഇവിടെ കാണാം, ഈ ഒരു ഫേസിൽ മാത്രം ചാംഫറിംഗ് ഉണ്ട്, ഈ ഒരു ഫേസ് ഈസ് ഫ്ലാറ്റ്. ഓക്കെ, സോ ഗോ ടു ദിസ് വൺ. നമ്മൾ ഫ്രണ്ട് പ്ലെയിനിൽ പോകുന്നു റിവോൾവ് സെക്ഷൻ വരയ്ക്കാൻ വേണ്ടി. സോ ഗോ ടു റിവോൾവ്. ദെൻ അഗെയിൻ ദാറ്റ് കൺസ്ട്രക്ഷൻ, ഞാൻ ആ വ്യൂ ഒന്ന് മാറ്റാം. കൺട്രോൾ 5. ദെൻ കൺട്രോൾ M ഫോർ കൺസ്ട്രക്ഷൻ മോഡ്, സെലക്ടിങ് L ഫോർ ലൈൻ. ഒരു ലൈൻ ആവശ്യമുണ്ട്. കുറച്ച് ലെങ്ത്തിൽ വരച്ചേക്കുക ലൈന്, കാരണം അത് ഇൻ്റർസെക്റ്റ് ചെയ്യാനുള്ളതാണ്. ദെൻ അതൊന്ന് സിമെട്രിക് ആക്കണം. This line should be symmetric to this point. Okay, then again next line L, an inclined one. Click on D to dimension. From this line to this one is
30 intersection point കിട്ടി. again going to center and ends. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടുന്ന് ഇവിടത്തേക്ക്. ഓക്കെ, നമുക്ക് ആ പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ നിന്നാണ് നമുക്കിനി ഒരു 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാനുള്ളത്. ക്ലിക്ക് ഓൺ ലൈൻ, സെലക്ട് ദാറ്റ് പോയിന്റ്. എവിടെയും സ്നാപ്പ് ചെയ്യാതെ വേണം വരയ്ക്കാൻ. just like this. Then again click on D for dimension. From this line to this horizontal one should be 30. നമുക്ക് ആ സെക്ഷൻ കിട്ടി. Control M to turn off the construction mode and L for line. ആ ഒരു സെക്ഷൻ ജോയിൻ ചെയ്തേക്കുക. റൈറ്റ്, ഓക്കെ. നമ്മൾ ആക്സസ് കൊടുത്തിരുന്നില്ല. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അത് മിസ്സായി. ഗോ ടു റിവോൾവ്. റൈറ്റ്, ഒന്ന് പെട്ടെന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Control M, line, symmetric, this line. Okay, again line from this one to ഒരു സെൻറ്റർ ലൈൻ കൂടെ to revolve. Click on OK, remove material, Control 2 for shading with edges. Okay, then നെറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹോൾ കൂടെ വേണം. സോ ക്ലിക്ക് ഓൺ ഹോൾ. ഹോളിൻ്റെ ഡയമീറ്റർ ഡെഫിനറ്റ്ലി 10 ആണ്, കാരണം M10 ആയതുകൊണ്ട്. നമുക്കിനി ഓഫ്സെറ്റ് കൊടുക്കാനുള്ള പ്ലേസ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ഓഫ്സെറ്റ് ചെയ്യാനുള്ള പ്ലെയിൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ഓൺ ദ കളക്ടർ ഓഫ് ഓഫ്സെറ്റ് റെഫറൻസ്. ഈ ഒരു പ്ലെയിനും കൊടുക്കാം, ഈ ഒരു പ്ലെയിനും കൊടുക്കാം. രണ്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കണം, കാരണം നമുക്ക് അതുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടാണ് കിടക്കേണ്ടത്. ഓക്കെ, ദെൻ ഹോൾഡ് ഡെപ്ത് നമുക്ക് അറിയാം 0.8 D ആണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി എ ത്രൂ ഹോൾ. ഓക്കെ, ക്ലിക്ക് ഓൺ ഓക്കെ, Control D for default orientation. The hexagonal nut is now completed. Then Control S to save that one. Okay, then Control W to close the window. അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് അസംബ്ലിയാണ്. അസംബ്ലിയിൽ ഇവിടെ പ്രത്യേകിച്ച് വേറെ കൂടുതൽ കൺസ്റ്റൻസ് ഒന്നും ആവശ്യമില്ല, റൊട്ടേഷൻ ഒന്നും പോസിബിൾ അല്ല, എല്ലാം ഫിക്സഡ് വൺ ആണ്. സോ നമുക്ക് അസംബ്ലിയിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ. സോ Control N, ദെൻ നമുക്ക് അസംബ്ലിയാണ് ആവശ്യം. ഇവിടെയും യൂണിറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് കാണാൻ പറ്റും. ഇപ്പോഴും ഇവിടെ മില്ലിമീറ്റർ ന്യൂട്ടൺ സെക്കൻഡ് അസംബ്ലി ഡിസൈൻ ആബ്സലൂട്ട് ആണ് ഉള്ളത്. സോ ക്ലിക്ക് ഓൺ ഓക്കെ. ദെൻ നമുക്കാദ്യം ഫസ്റ്റ് പാർട്ട് നമുക്ക് അസംബ്ലി പ്രകാരം നമുക്കാദ്യം ഷാഫ്റ്റിൻ്റെ മുകളിൽ ബാക്കി ഓരോ ആളെയായിട്ട് അസംബിൾ ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീമെയിൽ ഫ്ലെയിഞ്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലും അസംബിൾ ചെയ്യാം. നമുക്ക് ഷാഫ്റ്റ് വെച്ചിട്ട് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, സോ ഷാഫ്റ്റ് എൻഡ് അസംബിൾ ഓർ ക്ലിക്ക് ഓൺ എ. നമുക്ക് ഷാഫ്റ്റ് എൻഡ് എടുക്കാം, ക്ലിക്ക് ഓൺ ഓക്കെ. ഇതിനെ നമുക്ക് ഡിഫോൾട്ട് പാർട്ടായിട്ട് മാറ്റാം. ഇതായിരിക്കണം നമ്മുടെ ഡിഫോൾട്ട്. ഓക്കെ, അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യണമായിരുന്നു, കാരണം നമ്മുടെ ഫിഗറിൽ ഈ ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഡയറക്ഷനിലാണ് ഉള്ളത്. സോ ജസ്റ്റ് എ സെക്കൻഡ്. റൈറ്റ്, അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊന്ന് ഈ ഒരു ഓറിയൻറ്റേഷനിലേക്ക് മാറ്റാം. ദെൻ നമുക്കിതിനൊന്ന് ഫിക്സ് ചെയ്യാം, ഓരോ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ട്. കോയിൻസിഡൻസ് ഇതിൻ്റെ പ്ലെയിനും സൈഡ് പ്ലെയിനും ഇതും കോയിൻസൈഡ് ചെയ്യാം. Then again go to new constraints, the next coincidence, definitely ഇതിൻ്റെ സെൻറ്റർ പ്ലെയിനും ടോപ്പ് പ്ലെയിനും കോയിൻസൈഡ് ചെയ്യാം.
ദെൻ ഈ ഒരു ട്രാൻസ്ലേഷൻ മാത്രമാണ് ബാക്കി. അതും വീണ്ടും ഒരു കൺസ്ട്രെയിൻസ് കൊടുത്തിട്ട് അതും കൂടെ മൂന്നും ഫിക്സ് ചെയ്ത് കളയാം. ഈ ഒരു പാർട്ട് ദിസ് പ്ലെയിൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഓറിയൻറ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. റൈറ്റ്, ഇനി ഇവിടെ നമുക്ക് അടുത്ത് വരാനുള്ളത് ഫ്ലേഞ്ച് ആണ്, ഫീമെയിൽ പാർട്ട്. അതിൻ്റെ ഇടയിലായിട്ടൊരു ടേപ്പർ പിന്നും. ടേപ്പർ പിന്നെ ഇപ്പോൾ തന്നെ ആണെങ്കിൽ അസംബിൾ ചെയ്യാം. ക്ലിക്ക് ഓൺ എ, ദെൻ ഈ ലോങ് ആണ് മെയിൽ പാർട്ടിൽ വരാൻ പോകുന്നത്. സോ ഓക്കെ, റൈറ്റ്. സോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ്, ടേപ്പർ ഈ ഒരു ഡയറക്ഷനിലാണ് ഉള്ളത്. റൈറ്റ്, നമുക്ക് നേരെ തിരിച്ചാണ് ആവശ്യം. സോ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ കൺട്രോൾ ഡി, ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ടേപ്പർ ഈ ഒരു സൈഡിലോട്ട് ആക്കി വെക്കുക, നമ്മളെ ഓറിയൻറ്റേഷൻ അനുസരിച്ച്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഓരോ കൺസ്ട്രെയിൻസ് ആയിട്ട് കൊടുക്കാം. ദ ഫസ്റ്റ് വൺ, ദ കോയിൻസിഡൻസ്. ഇതിൻ്റെ ബോട്ടം സർഫേസ് നമുക്കിവിടെയാണ് പ്ലേസ് ചെയ്യാനുള്ളത്. റൈറ്റ്, ദെൻ സൈഡും ന്യൂ കൺസ്ട്രെയിൻസ് കോയിൻസിഡൻസ്, ഈ ഒരു സൈഡ് ഇവിടെയാണ് വേണ്ടത്. ദെൻ നമുക്ക് ഈ ഒരു സർഫേസ് നമ്മൾ ഷാഫ്റ്റുമായിട്ടും കോയിൻസൈഡ് ചെയ്തിരിക്കും. കോയിൻസിഡൻസ് ദിസ് പ്ലെയിൻ ടു ഹിയർ. ഓക്കെ, നമുക്കൊന്ന് ഫ്രണ്ട് പ്ലെയിൻ എടുത്ത് നോക്കാം. യെസ്, ടേപ്പർ ഈ ഒരു സൈഡിലേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. റൈറ്റ്, ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ, ഇറ്റ്സ് ഫിക്സഡ്. Then the next part is flange male part. Okay, so click on assemble a flange male, click on OK. ഇതായിരിക്കും നമ്മുടെ ഫ്ലേഞ്ച് മെയിൽ എന്ന് പറയുന്നത്. ഇതും ഫിക്സഡ് ആണ്. സോ പ്ലേസ്മെൻറ്റ്, ഗോ ടു കോയിൻസിഡൻസ്. നമുക്കറിയാം ഈ ഒരു ഇൻറ്റേർണൽ സർഫസും ഷാഫ്റ്റിൻ്റെ എക്സ്റ്റേണൽ സർഫസും കോയിൻസൈഡ് ചെയ്തിരിക്കണം. റൈറ്റ്, ബട്ട് സ്റ്റിൽ ഒരു റൊട്ടേഷൻ അവിടെ ബാക്കിയുണ്ട്. ആ റൊട്ടേഷൻ കൂടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് സർഫസ്, നെക്സ്റ്റ് ന്യൂ കൺസ്ട്രെയിൻസ്, എഗെയിൻ എന്നതർ കോയിൻസിഡൻസ്, ഈ ഒരു സർഫസും കീയുടെ മുകളിലുള്ള ഈ ഒരു സർഫസും. അപ്പോൾ റൊട്ടേഷൻ കൂടെ നമുക്കവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇനിയൊരു ട്രാൻസ്ലേഷനാണ് ബാക്കി കിടക്കുന്നത്. റൈറ്റ്, ട്രാൻസ്ലേഷൻ നമുക്കറിയാം ഈ ഒരു ഷാഫ്റ്റുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് കിടക്കുക വേണ്ടത്. നമ്മൾ ഫിഗറിലോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഷാഫ്റ്റുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, സോ again new constraints coincidence, ഈ ഒരു surface to our shaft. Okay, right. Then next one എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ഫീമെയിൽ പാർട്ടാണ്. ഫീമെയിൽ പാർട്ട് ഇതുമായിട്ട് മീറ്റ് ചെയ്ത് കിടക്കേണ്ടതാണ്. സോ ഫീമെയിൽ പാർട്ട് നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. ക്ലിക്ക് ഓൺ എ, ഫ്ലേഞ്ച് ഫീമെയിൽ. ജസ്റ്റ് എ സെക്കൻഡ്, നമ്മൾ ഡയറക്ടറിയിൽ കാണുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ഇൻ സെഷനിലൊന്ന് നോക്കാം. യെസ്, ഫ്ലേഞ്ച് ഫീമെയിൽ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. റെഡി ഹിയർ. സേവ് ചെയ്തില്ലാന്ന് തോന്നുന്നു. കൺട്രോൾ എസ്, ഫ്ലേഞ്ച് ഫീമെയിൽ, ദെൻ കൺട്രോൾ ഡബ്ല്യു ടു ക്ലോസ്. അഗെയിൻ എ ഫ്ലേഞ്ച് ഫീമെയിൽ, ദെൻ ഓപ്പൺ. റൈറ്റ്, ഇതിനെ നമുക്ക് അസംബിൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു കീ, നമുക്ക് ഈ ഒരു കീ ഹോള് ഈ ഒരു ഡയറക്ഷനിലാണ് വേണ്ടത്. സോ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ മതി, നോ ഇഷ്യൂ. ദെൻ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു പോർഷനിലേക്ക് മാറ്റി വെക്കാം. റൈറ്റ്, ഇതിന് ഓരോ പ്ലേസ്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. കോയിൻസിഡൻസ്, നമുക്ക് ആദ്യം തന്നെ ഈ റൊട്ടേഷൻ ഒന്ന് ഫിക്സ് ചെയ്യാം. ഈ ഒരു പ്ലെയിനും നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെക്കാം. അവിടെ തന്നെ അത് ഫിക്സ്ഡായി. റൈറ്റ്, ഇനി എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കാം. രണ്ട് ഫ്ലേഞ്ചും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫേസിനെ എടുത്തിട്ട് പ്ലേസ്മെൻറ്റ്, ന്യൂ കൺസ്ട്രെയിൻ, കോയിൻസിഡൻസ്, ദിസ് പ്ലെയിൻ ടു ദിസ് വൺ. ഓക്കെ, ഇനി ഒരു ട്രാൻസ്ലേഷൻ മാത്രമാണ് ബാക്കിയുള്ളത്. ട്രാൻസ്ലേഷൻ കൂടെ ഫിക്സ് ചെയ്തേക്കാം. അഗെയിൻ ന്യൂ കൺസ്ട്രെയിൻ, കോയിൻസിഡൻസ്,
നമുക്ക് ട്രാൻസ്ലേഷൻ ഈ ഒരു പ്ലെയിനും നമ്മൾ ഷാഫ്റ്റുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും ബെറ്റർ. കാരണം ഷാഫ്റ്റ് ആയിരുന്നു നമ്മളെ ഡിഫോൾട്ട് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഷാഫ്റ്റും അതുപോലെ തന്നെ ടേപ്പർ കീയും ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഷാഫ്റ്റും ടേപ്പർ കീയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. റൈറ്റ്, സോ ഫ്ലെയിഞ്ച് മെയിൽ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം, കൺട്രോൾ എച്ച്. അതുപോലെ തന്നെ ഷാഫ്റ്റും നമുക്കിപ്പം ആവശ്യമില്ല, സോ കൺട്രോൾ എച്ച്. കീ ലോങ്ങും അതുപോലെ തന്നെ കൺട്രോൾ എച്ച് ഹൈഡ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഓരോ ആളെയായിട്ട് കൊണ്ടുവരാം. നമുക്ക് ഷാഫ്റ്റ് ആൻഡ് ഓക്കെ ഇനഫ്. സോ അഗെയിൻ അസംബിൾ കീ ഷോട്ട്. ഓക്കെ, റൈറ്റ്. നമുക്ക് ആദ്യം ഒന്ന് ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കാം, എവിടെയാണ് അതിൻ്റെ ടേപ്പർ വരുന്നതെന്നുള്ളത്. റൈറ്റ്, ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് ടേപ്പർ വരുന്നത്. നമുക്കിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. റൈറ്റ്, ലൈക്ക് ദിസ്. ഇനി നമുക്കിതിനെ ഓരോ പോർഷനായിട്ട് അസംബിൾ ചെയ്യാം. പ്ലേസ്മെൻറ്റ്, ഗോ ടു കോയിൻസിഡൻസ്. നമുക്കറിയാം ഈ ഒരു പ്ലെയിൻ നമ്മുടെ കീ ഹോൾഡ് ഈ ഒരു സർഫസുമായിട്ട് മീറ്റ് ചെയ്യണം. റൈറ്റ്, ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സർഫസ് ഈ ഒരു ട്രാൻസ്ലേഷൻ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതിവിടെ കൊണ്ട് ഫിക്സ് ചെയ്താൽ മതിയാവും. നമുക്ക് നോക്കാം എവിടെയാണ് അത് കീ തീരുന്നതെന്നുള്ളത്. ഈ ഒരു എൻഡിൽ. റൈറ്റ്, സോ ഒരു ട്രാൻസ്ലേഷൻ കൂടെ കളഞ്ഞതിൻ്റെ ശേഷം ഓക്കെ, ഇതിപ്പോൾ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഷാഫ്റ്റ് കൂടെ ആവശ്യമുണ്ട്. സോ ഞാൻ ഇതിനൊന്ന് പുറത്ത് പ്ലേസ് ചെയ്യുകയാണ്, ഷാഫ്റ്റ് കൂടെ വന്നതിന് ശേഷം. കാരണം അതിൻ്റെ മോൾ ഭാഗത്ത് ടേപ്പറാണ്, കുഴപ്പമില്ല, ടേപ്പറിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഷാഫ്റ്റ് കൂടെ വന്നതിന് ശേഷം നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാം. സോ ലാസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഷാഫ്റ്റ് കൂടെ, ഷാഫ്റ്റ് ആൻഡ് അവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് കീ ഹോള് ഇതുമായിട്ടൊന്ന് മീറ്റ് ചെയ്യണം. സോ അഗെയിൻ ഗോ ടു പ്ലേസ്മെൻറ്റ്, coincidence, this surface to this one, and അടുത്ത കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു സർഫസ് അപ്പ് ടു ഹിയർ. ദെൻ ഈ ഒരു പാർട്ടും കൂടെ, അതിന് വേണ്ടിയിട്ട് ന്യൂ കൺസ്ട്രെയിൻസ്, കോയിൻസിഡൻസ്, ഷാഫ്റ്റിൻ്റെ എക്സ്റ്റേണൽ പാർട്ടും ഹോൾഡ് ഇൻറ്റേർണലും. ഓക്കെ, ഇപ്പോൾ അത് മീറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ്. ഇനി നമുക്ക് ക്ലിക്ക് ഓൺ ഓക്കെ. ഈ പറഞ്ഞിരിക്കുന്ന കീ ഷോട്ടിനെ ഒന്ന് കൺട്രോൾ ഇ ഫോർ എഡിറ്റ് ഡെഫിനിഷൻ. നമുക്കറിയാം ഇതിനെ ഫിക്സ് ചെയ്യാൻ. ഓക്കെ, അത് മുമ്പിൽ വന്ന പാർട്ടായതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം കൺട്രോൾ ഇ കൊടുത്തു കഴിഞ്ഞാൽ ഷാഫ്റ്റ് കാണാൻ പറ്റുന്നില്ല. ഷാഫ്റ്റ് അപ്പോഴേക്ക് ഹൈഡ് ആവുന്നുണ്ട്. കാരണം ഷാഫ്റ്റ് കൂടെ ഷാഫ്റ്റിന് മുന്നാണ് കീ ഷോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ കീ ഷോട്ട് എഡിറ്റ് ചെയ്യുമ്പം ഷാഫ്റ്റ് കാണാൻ പറ്റില്ല. അപ്പം ഷാഫ്റ്റും കൂടെ വെച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്യണമെങ്കിൽ കീ ഷോട്ടിനെ ഒന്ന് പിടിക്കുക, ഡ്രാഗ് ചെയ്യുക, ഷാഫ്റ്റ് എൻഡിനെ താഴെ കൊണ്ടുവിടുക. അങ്ങനെയാണെങ്കിൽ കീ ഷോട്ട് എടുത്തിട്ട് എഡിറ്റ് ഡെഫിനേഷൻ കൊടുത്താൽ ആ ഷാഫ്റ്റ് കൂടെ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു പ്ലേസ്മെൻറ്റ്, ന്യൂ കൺസ്ട്രെയിൻ, കോയിൻസിഡൻസ്. ഈ ഒരു ബോട്ടം പോർഷൻ നമ്മൾ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന ഷാഫ്റ്റിൻ്റെ മേലെ പ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദെൻ ദ ലാസ്റ്റ് വൺ, ന്യൂ കൺസ്ട്രെയിൻസ്, coincidence, this plane to this one. ഓക്കെ, അപ്പോൾ നമ്മളവിടെ കീയും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ കൺട്രോൾ എച്ച്, കൺട്രോൾ ഡി ഫോർ ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഹെക്സഗണൽ നട്ട് ആൻഡ് ബോൾട്ടാണ് അസംബ്ലി. ലാസ്റ്റ് പാർട്ട് അസംബ്ലി ഓഫ് നട്ട് ആൻഡ് ബോൾട്ടാണ്. സോ അഗെയിൻ ക്ലിക്ക് ഓൺ എ ടു അസംബിൾ. നമുക്ക് ആദ്യം ബോൾട്ട് അസംബിൾ ചെയ്യാം. ഓപ്പൺ. ഇപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നിനും നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കോയിൻസിഡൻസ് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആവശ്യമുള്ള പൊസിഷനിൽ വന്നോളൂ. ഓക്കെ, സോ ഗോ ടു കോയിൻസിഡൻസ്. നമുക്ക് ആവശ്യം ഈ ഒരു എക്സ്റ്റേണൽ പോർഷൻ നമ്മൾ ഈ പറഞ്ഞ
ഷാഫ്റ്റിലേക്കാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ കാണാം ഡിഫോൾട്ട് ഓറിയൻറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നെറ്റ് ആസ് പെർ ദ ഫിഗർ നെറ്റിൻ്റെ ഹെഡ് ഈ ഒരു ഡയറക്ഷനിലായിരുന്നു വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫ്ലിപ്പ് ഓപ്ഷൻ കാണാം. ഓക്കെ, ജസ്റ്റ് ഫ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, ദെൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അടുത്ത കോയിൻസിഡൻസ് കൊടുക്കുക. നമുക്കാവശ്യം ഈ ഒരു ബോട്ടം പോർഷൻ ഫ്ലേഞ്ചിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്കൊരു ഫ്രണ്ട് വ്യൂ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് വ്യൂ. ഓക്കെ, ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് ഹെക്സഗണൽ ബോൾട്ട് ഉള്ളത്. ആക്ച്വലി അസംഷൻസ് അലോ ചെയ്തുകൊണ്ട് തന്നെ റൊട്ടേഷൻ ഒന്നും ബാക്കിയില്ലാതെ നേരെ അത് ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഹെക്സഗണൽ ബോട്ടിൻ്റെ ഹെക്സഗണൽ ഹെഡ് എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ഓറിയൻറ്റേഷൻ ഒന്നുമില്ല. സോ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഫുള്ളി കൺസ്ട്രെയിൻ ആണെങ്കിൽ മാത്രം ഓക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ദെൻ അഗെയിൻ ക്ലിക്ക് ഓൺ എ, ദെൻ നട്ട് ദ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ദെൻ ദ നട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓറിയൻറ്റേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക്. റൈറ്റ്, അഗെയിൻ ഗോ ടു പ്ലേസ്മെൻറ്റ്, കൺസ്ട്രെയിൻസ്, കോയിൻസിഡൻറ്റ്. നമുക്ക് ആവശ്യം ഈ ഒരു ഇൻറ്റേർണൽ സർഫേസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നട്ടിൻ്റെ മുകളിൽ അലൈൻഡ് ആയിരിക്കണം. അവിടെ നോക്കേണ്ടത് നമ്മൾ ചാംഫർ ചെയ്തിരിക്കുന്ന എൻഡ് നോക്കിയാൽ കാണാം. ചാംഫർ ചെയ്തിരിക്കുന്ന എൻഡ് ഈ ഒരു ഡയറക്ഷനിലുള്ളത്, നമുക്കത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത്, പുറത്തേക്ക് വേണം വരാൻ. സോ ക്ലിക്ക് ഓൺ ഫ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ വരും. നിങ്ങൾക്ക് സെയിം ഡയറക്ഷനിലാണ് കിട്ടിയതെങ്കിൽ ഒന്നും ചെയ്യാനില്ല. എനിക്കിപ്പോൾ ഓപ്പോസിറ്റ് വന്നുകൊണ്ട് ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ട്രാൻസ്ലേഷൻ കൂടെ നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യാനുണ്ട്. ദെൻ ഗോ ടു ന്യൂ കൺസ്ട്രെയിൻ, കോയിൻസിഡൻസ്, ദ ബോട്ടം പോർഷൻ, ദെൻ ദിസ് ഫ്ലാങ്ക് സെറ്റ്. ഓക്കെ, അവിടെയും അസംഷൻസ് വെച്ചിട്ട് അത് ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുണ്ട്. ജസ്റ്റ് റൈറ്റ് വ്യൂ എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, നെറ്റ് വെച്ച പോലെ തന്നെ ബോൾട്ടും സെയിം ആണ്, നോ ഇഷ്യൂ. സോ എല്ലാ അസംഷൻസ് ഉള്ളതുകൊണ്ട് ഫുള്ളി കൺസ്ട്രെയിൻഡ് ആണ്. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇനിയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സെയിം പാർട്ട് അല്ലെ, സെയിം നട്ട് ആൻഡ് ബോൾട്ട് നമുക്ക് ഓരോ ഹോളിലും, ബാക്കി 3 ഹോളിലും വേണം. സെയിം പാറ്റേൺ ഫീച്ചർ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് ഗോ ടു ബോൾട്ട്, ദെൻ ക്ലിക്ക് ഓൺ പാറ്റേൺ. ഇവിടെ നമുക്ക് ആക്സിസ് പാറ്റേൺ ഉണ്ടായിരുന്നു. ഗോ ടു ആക്സിസ്, ദെൻ സെലക്ട് ആക്സിസ്. ഏത് ആക്സിസ് ആണെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോൾട്ട് എല്ലാവിടെയും ആയിട്ട് അസംബിൾ ചെയ്ത് കിട്ടും. ദെൻ അഗെയിൻ ക്ലിക്ക് ഓൺ നട്ട്, ഗോ ടു പാറ്റേൺ, ആക്സിസ് പാറ്റേൺ, ജസ്റ്റ് എ സെക്കൻഡ്, ആക്സിസ്, ദെൻ ഏതാണോ ആക്സിസ്, നമ്മുടെ അസംബ്ലിയുടെ ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 4 അസംബിൾ ചെയ്ത് കിട്ടും. ഓക്കെ, കൺട്രോൾ ഡി. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. യൂഷ്വലി നമുക്ക് ജസ്റ്റ് എ സെക്കൻഡ്, കൺട്രോൾ സെറ്റ്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് പാറ്റേൺ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഗോ ടു അസംബ്ലി. നമുക്ക് ആ ബോൾട്ട് ഒന്ന് അസംബിൾ ചെയ്യാം. റൈറ്റ്, പ്ലേസ്മെൻറ്റ്, ന്യൂ കൺസ്ട്രെയിൻ, കോയിൻസിഡൻസ്, ഈ ഒരു സർക്കുലർ പോർഷൻ, ദെൻ നമ്മൾ ഇൻറ്റേർണൽ ഡയമീറ്റർ. ഇവിടെ ഇപ്പോൾ ഓറിയൻറ്റേഷൻ കറക്റ്റായിട്ടാണ് വന്നത്. സോ നോ ഇഷ്യൂ. ന്യൂ കൺസ്ട്രെയിൻസ്, കോയിൻസിഡൻസ്, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് സർഫസും ഫ്ലെയിഞ്ചിൻ്റെ മുകളിലുള്ള ഈ ഒരു സർഫസും. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടേക്കായിരുന്നു കൺസ്ട്രെയിൻസ് കൊടുത്തത് എന്ന് ഓർമ്മ വേണം. ദാറ്റ് മീൻസ് ബോൾട്ട് നമ്മൾ ഫിക്സ് ചെയ്തപ്പം ആദ്യം ഒരു ഇൻറ്റേർണൽ സർഫസ് സെലക്ട് ചെയ്തു, ദെൻ ഫ്ലെയിഞ്ചിൻ്റെ ടോപ്പ് സർഫസ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചർ, ദാറ്റ് മീൻസ് ബോൾട്ട് എന്ന് പറയുന്നൊരു പാർട്ടിനെ എടുത്തിട്ട് നമുക്ക് വേറെ ഏതൊരു പോർഷനിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കോപ്പി പേസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് സർക്കുലറായിട്ട് വന്നതുകൊണ്ട് നമ്മൾ പാറ്റേൺ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തു. ബട്ട് അതിനേക്കാളും നല്ലത് എന്ന് പറയുന്നത് എക്സാക്റ്റ് കോയിൻസിഡൻസും എല്ലാ കൺസ്ട്രെയിൻസും അവിടെ അവൈലബിൾ ആവണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു അസംബിൾ വിത്ത് കോപ്പി പേസ്റ്റ് ദ കൺസ്ട്രെയിൻസ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ ബോൾട്ടാണ് എടുത്തത്. ബോൾട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കോപ്പി ഓപ്ഷൻ ഉണ്ട്, ഓർ കൺട്രോൾ സി, ദ ബേസിക് ഓപ്പറേഷൻ. കൺട്രോൾ സി, ദെൻ ഇവിടെ ഒരു പേസ്റ്റ് ഓപ്ഷൻ കാണാം, വിച്ച് ഈസ് കൺട്രോൾ വി. പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആ ലൈന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ദേ ആർ ആസ്കിങ് ഫോർ ദ കൺസ്ട്രെയിൻസ്. ഓക്കെ, എവിടെയാണ് ആവശ്യം, നമ്മൾ സെലക്ട് ചെയ്ത ഓർഡർ ഒന്ന് ഓർമ്മ വേണം. നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് ഈ ഒരു ഇൻറ്റേർണൽ സർഫസ് ആയിരുന്നു, രണ്ടാമത് സെലക്ട് ചെയ്തത് ഈ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരുന്നു. നൗ ഇറ്റ് ഈസ് ഫിക്സഡ്.
ഓക്കെ, വിത്ത് ഓൾ ദ കൺസ്ട്രെയിൻസ്. നമ്മൾ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ബോൾട്ടിനെ എടുത്തിട്ട് അതാത് പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ കൺസ്ട്രെയിൻസ് ഒന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല ആ സർഫസ് ആയിട്ടുള്ള മീറ്റിംഗ്. ഈ ഒരു ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഫ്ലെയിഞ്ച്ഡ് കപ്ലിങ്ങിൽ അത്രേ ആവശ്യം വരുള്ളൂ. ബട്ട് ഇൻ എ പ്രോപ്പർ അസംബ്ലിയിൽ നമ്മൾ ചെയ്യുന്ന എപ്പോഴും ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, നമുക്ക് എല്ലാ മൂവ്മെൻറ്റ്സും കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് പാറ്റേൺ ചെയ്താലും മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ സി, കൺട്രോൾ വി, എവിടെയാണ് വേണ്ടത് ഈ ഒരു ഹോളും ഈ ഒരു സർഫസും. എഗെയിൻ click on OK, then select bolt, control C and control V ഈ ഒരു ഹോളിലും ഈ ഒരു സർഫസിലും. Now it is ready. Then again assemble nut. OK, എവിടെയാണോ വേണ്ടതെന്ന് ഫിക്സ് ചെയ്യുക. That means go to placement, constraints, coincidence, the internal surface to the external surface. നോക്കാം ഓറിയന്റേഷൻ ഏതാണെന്ന്. ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം, റൈറ്റ്. Then again new constraints, go to coincidence, ഈ ഒരു സർഫസ് ടു ദിസ് വൺ, ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ വാട്ട് എവർ ഇറ്റ് ഈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഏത് ഓർഡറിലാണ് ചെയ്തതെന്ന് ഓർമ്മണം. ജസ്റ്റ് ക്ലിക്ക് ഓൺ നട്ട്, കൺട്രോൾ സി, ദെൻ കൺട്രോൾ വി. ആദ്യം സെലക്ട് ചെയ്ത് ഈ ഒരു കർവ്ഡ് സർഫസിലായിരുന്നു, ദെൻ നമ്മളെ ഫ്ലെയിഞ്ചിൻ്റെ ഫ്ലാറ്റ് സർഫസ്, ഇറ്റ് ഈസ് ഫിക്സഡ്. ദെൻ അഗെയിൻ നമുക്ക് ആ മെയിൻ നെറ്റ് തന്നെ കോപ്പി ചെയ്യാം. കോപ്പി, then paste, control V, this one and this one. Okay, then again first net and select ചെയ്തു, control C and control V, this surface and this one, then click on OK, control D, right. നമുക്ക് എല്ലാ പ്ലെയിൻസിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കളയാം. ദെൻ ഒന്ന് ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കാം. control 5 for hidden view. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ക്ലിയറൻസസ് ഇതാ കാണാം. ആ ഒരു 2mm ക്ലിയറൻസ്, 4+6 ഇടയിൽ വരുന്ന 2mm ക്ലിയറൻസും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, control 2 and control D for default orientation and shading with edges. Okay, thank you.